ഹല്ലേലൂയ. സ്വർഗസ്നായ ദൈവത്തിൻ്റെ ഞാൻ സ്തോത്രം ഏൽപ്പിക്കുന്നു. വീണ്ടും ഒരു തരം ഈ രാത്രികാലം നിങ്ങളോടൊപ്പം ദൈവത്തിനെ ആരാധിക്കുവാനും സുവിശേഷ വചനങ്ങൾ ഓർമ്മിപ്പിക്കുവാനും ദൈവം തന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തുതി ഏൽപ്പിക്കുന്നു. നിങ്ങളെല്ലാവർക്കും സ്നേഹപൂർവ്വം വന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്, എനിക്കും ഓർമ്മ ഉണ്ട് ഇവിടെ ഞാൻ ഇതിന് മുമ്പ് വന്ന് ദൈവവചനം സംസാരിച്ച് എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് എന്നെ പരിചയപ്പെടുത്തുവാനൊന്നും നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ നേരിട്ട് വചനത്തിലെ കിടക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം, ദൈവമക്കൾ എന്ന് പറയുന്നവർ ആരാണ്? അല്ലല്ലോ, കാര്യം മനസ്സിലാകുന്നല്ലോ. നിങ്ങൾക്കറിയാം, തമിഴ്നാട് മണ്ടക്കാടിൻ്റെ അകത്ത് ഞാൻ മലയാളം നിങ്ങളോട് പഠിച്ച് ദൈവം ഇവിടെ കൊണ്ടുവരുന്നത് കൊണ്ട്, കേരള പ്രദേശത്ത് അയക്കുന്നത് കൊണ്ട് മലയാളം പഠിച്ച് സംസാരിക്കുന്നതാണ്. ചിലപ്പോൾ ചില വാക്കുകൾ തെറ്റും, ദയവായി ക്ഷമിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകും, ദൈവം നമുക്ക് സഹായിക്കും. ഹല്ലേലൂയ. ഓക്കെ, ദൈവമക്കൾ അല്ലത് വിശ്വാസികളെന്ന് പറയുന്നത് ആരാണ്? എങ്ങനെയാണ് അവരെ നമ്മൾ തിരിച്ചറിയുവാൻ കഴിയും എന്നുള്ള വളരെ പ്രധാനമായ ഒരു ചോദ്യം ഇപ്പോൾ കാണുന്നു. നിങ്ങൾ വിശ്വാസികളാണ്, കർത്താവിൻ്റെ വരവിൻ്റെ പാട്ടുകളൊക്കെ പാടിയതാണ്. എന്നാലും ക്രിസ്തീയ മേഖലയിൻ്റെ സ്ഥിതി എങ്ങനെയാണ് ആയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ നേരിട്ടും മീഡിയാക്കൾ മുഖാന്തരമായിട്ടും കാണുന്നതും കേൾക്കുന്നതും കൊണ്ട് പലപ്പോഴും കൺഫ്യൂഷനായി പോകുന്നു. അല്ലേ ഞാൻ പറയുന്നത് ശരിയല്ലേ? അങ്ങനെ ഒരു കാര്യമാണ്, ഒരു സാഹചര്യമാണ്, സമയമാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നു. ദൈവാത്മാവ് നമുക്ക് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഓക്കെ, നമ്പർ 1, മാർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 36-37 വായിക്കുമ്പോൾ, മനുഷ്യൻ ലോകം മുഴുവതും നേടുകയും തൻ്റെ ജീവനെ കഴിയുകയും ചെയ്താൽ അവന് എന്താണ് പ്രയോജനം? മനുഷ്യൻ തൻ്റെ ജീവന് പകരം എന്ത് മറുവില കൊടുക്കും? അല്ലേ? ഓക്കെ, തമിഴിലാണ് എനിക്ക് വചനങ്ങളൊക്കെ കാണാപ്പാടമായത്, മലയാളത്തിൽ അത്ര ദൂരം ആയില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വചനം വായിച്ച് സഹായിക്കണം. ഇവിടെ ജീവൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഉൽപ്പത്തി 2-ാം അധ്യായം 7-ാം വചനത്തിൽ വായിക്കുമ്പോൾ, മനുഷ്യനെ ദൈവം പൊടി കൊണ്ട്, മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു, നിർമ്മിച്ചു. അല്ലേ? അവൻ്റെ മൂക്കിൽ ജീവശ്വാസം, പ്രാണന ഊതി അവൻ ജീവിക്കുന്ന തേഹിയായി. അല്ലേ? ദേഹം, തേഹി, ആത്മാവ് എന്ന് 3 കാര്യങ്ങൾ ഉള്ളതാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ ശരീരം മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. ഈ പ്രാണൻ എന്ന് പറയുന്നത് ദൈവം മൂക്കിൽ കൂടി ഊതി അത് ഓടിക്കൊണ്ടിരിക്കുന്നവരെ ജീവിക്കുന്നു എന്നുള്ളത്. 3ാമത് കാര്യമാണ് വളരെ പ്രാധാന്യമായ കാര്യം, തേഹി. അല്ലേ? 2 കൊരിന്ത്യർ 4:16 വായിക്കുമ്പോൾ, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോകുന്നു, അഹമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അഹമേ ഉള്ളവൻ, ആ വചനം കണ്ടോ? തേഹി എന്ന് പറഞ്ഞു, അഹമേ ഉള്ളവൻ എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് നമുക്ക് വളരെ പ്രധാനമായ കാര്യം. പലപ്പോഴും നമ്മളിവിടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ജനനം മുതൽ മരണം വരെ ഈ ശരീരത്തിൽ ജീവിക്കുന്ന ആ കാലം, ആ കാര്യങ്ങൾ, ആ സ്ഥിതി ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഭംഗിയായിട്ട് അനുഗ്രഹമായിട്ടായിരിക്കണം എന്നാണ് മനുഷ്യർ ഇഷ്ടപ്പെടുന്നത്. അതിനായിട്ട് വേണ്ടിയാണ് അവിടെ ദൈവങ്ങളെയും ആരാധനകളും വിശ്വാസങ്ങളൊക്കെ വച്ചിരിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനികൾ അല്ലാതെ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അല്ലല്ലേ? ഈ ജഡത്തിൽ, ജഡപ്രകാരമായി, ലോകപ്രകാരമായി അങ്ങനെ അനുഗ്രഹമായിട്ട് പലരും കരുതുന്നത് പോലെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല വിശ്വാസികൾ അല്ലാതെ ദൈവമക്കൾ എന്നുള്ളത് ആദ്യം ഓർക്കേണ്ടതാണ്. അല്ലല്ലോ, ചിന്തിക്കേണ്ട ആദ്യത്തെ കാര്യം. അപ്പോൾ തേഹി എന്നുള്ള അഹമേ ഉള്ളവൻ്റെ അനുഗ്രഹത്തിനായി ജീവിപ്പാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. അപ്പോൾ അഹമേ ഉള്ളവൻ എന്ന് പറയുന്ന ആ തേഹിയിൽ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടും എന്ന് വെച്ചാൽ, അത് എബേസി 3:16 3:16 എബേസി 3:16 വായിക്കുമ്പോൾ, വായിക്കാമോ?
ആ ആത്മാ സംബന്ധിച്ച് ഓക്കെ, ആത്മാവിനാലെ അഹമേ ഉള്ളവനിൽ ശക്തിയായി ബലപ്പെടണം. ആത്മാവിൽ അഹമേ ഉള്ളവനിൽ ബലപ്പെടണം. തമിഴിൽ ആത്മാ എന്നാണ് വാക്ക്, ആത്മാവിൽ ബലപ്പെട വേണം, അതാ കൺഫ്യൂഷൻ. അഹമേ ഉള്ളവനിൽ ബലപ്പെടണം എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. കാരണം പുറമേ ഉള്ള ഈ ജഡ ശരീരത്തിൽ ബലപ്പെട്ടാലേ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. വളരെ ബലപ്പെട്ടാലേ പെരിയ കോഫിൻ ബോക്സ് വാങ്ങിക്കണം, അത്ര തന്നെ, വേറെ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ആദ്യം ഇത് നമ്മൾ മനസ്സിൽ കൊള്ളേണ്ട കാര്യമാണ്. 2 കൊരിന്തി 5:7 2 കൊരിന്തി 5:7 വായിക്കാമോ? 5:7 വായിക്കാമോ? കുറച്ച് വേഗം വായിച്ചാൽ കൊള്ളാമല്ലോ, സമയം പോകും, എനിക്ക് സമയം വേണമല്ലോ. ഓക്കെ ഓക്കെ. ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനുടെ കൂടെ വസിപ്പാൻ അധികം ഓക്കെ മതി. പിന്നീട് അതിന് മുകളിലും പിന്നീടുമുള്ളതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഞങ്ങൾ അഹമേ ഉള്ളവനെന്ന് പറയുന്ന തേഹിയായിട്ട് ഇവിടെ ജീവിക്കുന്നു. ഈ തേഹം വിട്ട് ഒരു ദിവസം പുറത്ത് പോകുന്നല്ലേ? ഓക്കെ, പുറത്ത് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. എവിടെ പോകുന്നു അല്ലത് പോകണം എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവോട് കൂടെ, അല്ലല്ലേ? യേശുവോട് കൂടെ ജീവിപ്പാൻ നമ്മൾ പോകുന്നു എന്നുള്ള വിശ്വാസം, ആ ഉറപ്പ് ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നു, അല്ലേ? മനസ്സിലാകുന്നു? പലപ്പോൾ വിശ്വാസികൾക്കും ധൈര്യമല്ല, പേടിയാണ്. മരിച്ചു പോകുമോ എന്ന്. മരണത്തെക്കുറിച്ച് പേടിക്കുന്ന വിശ്വാസികളും പാസ്റ്റർമാരും ഒക്കെ ഉണ്ട്, ഞങ്ങൾക്കറിയാം, എനിക്ക് നന്നായിട്ടറിയാം. ഓക്കെ, അതിനകത്ത് ഇപ്പോൾ ചെല്ലുന്നില്ല. സോ ഞങ്ങൾക്ക് ആ പേടിയില്ല. കാരണം ഈ ജഡശരീരം വിട്ട് അവിടെ യേശുവിനടുത്തിൽ ചെല്ലാം, അത്ര തന്നെ. അവിടെ പോയാൽ പ്രശ്നമൊക്കെ വെളിവാകുമല്ലോ, അല്ലല്ലോ? ഈ ശരീരത്തിൽ ജീവിക്കുമ്പോഴല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വരുന്നത്. അവിടെ ചെന്നാൽ പൂർണ്ണതയായിട്ട് ഒഴിവാകും, എല്ലാം ഇല്ലാതാകും. അത് വളരെ നല്ലതാണ്. പിന്നീട് തുടർച്ചയായിട്ട് ഞങ്ങൾ വായിക്കുമ്പോൾ അവിടെ അതുകൊണ്ട് ഞങ്ങൾ ഈ ജഡശരീരത്തിൽ ജീവിച്ചാലും അല്ലെങ്കിൽ ഇത് വിട്ട് പുറത്ത് പോയാലും ഞങ്ങൾ ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നത് പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. കാരണം ഇവിടെ ജീവിക്കാൻ പാടില്ല, കുറച്ചു കാലം മാത്രം ജീവിക്കും. എപ്പോഴാണ് ഇവിടെ നിന്ന് പുറത്തു പോകുമെന്ന് ആർക്കെങ്കിലും അറിയാമോ? അല്ലല്ലോ. അത് യാക്കോബ് 4:14 വായിക്കുമ്പോൾ തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, നാളെ എന്താണ് നടക്കുന്നു എന്നുള്ളത് നാം അറിയില്ല. ദൈവഹിതമെങ്കിൽ നാം ഇവിടെ ജീവിച്ചിരിച്ചാലേ ഇരുന്നാലേ ചെയ്യേണ്ടതൊക്കെ ചെയ്യാം, അല്ലേ? അപ്പോൾ ആദ്യത്തെ സഭയിൽ അപ്പോസ്തലന്മാർ ഇങ്ങനെയാണ് ഉപദേശിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ പലപ്പോഴും സഭകളിൽ എങ്ങനെ പറയും, അത് തമിഴിൽ, നീ പിള്ളകളെയും ഇസ്രായേലിക്കുണ്ടാകുന്ന സൗഖ്യവും സമാധാനവും. അവിടെ ഇസ്രായേലിന് സമാധാനം ഇല്ല, കണ്ടോ? അവിടെ നോക്കുന്നില്ലേ, സമാധാനമില്ല. ഇങ്ങനെയാണ് പലപ്പോഴും പറയുന്നത്. പക്ഷേ യേശു അപ്പോസ്തലനോ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെ മാർക്കോസ് 8:35 വായിക്കുമ്പോൾ തൻ്റെ ജീവനെ രക്ഷിപ്പാൻ, പ്രാണനെ അല്ലെങ്കിൽ ജീവനെ രക്ഷിപ്പാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ അതെ നഷ്ടപ്പെടും, അല്ലല്ലോയ്യ? അങ്ങനെയാണ് പറഞ്ഞത്. 35 വായി. ഓക്കെ, തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അത് കളയും. സുവിശേഷ നിമിത്തം കളഞ്ഞാൽ കണ്ടോ, ആ ജീവൻ അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയാം, അതിനെ രക്ഷിപ്പാൻ ആരെ കൊണ്ടും കഴിയുന്നില്ല. അത് എപ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല, ദൈവം മാത്രം അറിയും, അല്ലേ? അങ്ങനെയല്ലേ? അതാണ് കാര്യം. അതുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിനെയോ അല്ലെങ്കിൽ ഈ ജഡശരീരത്തിനെയോ ചാരി അല്ലെങ്കിൽ അതന്മേൽ ഒരു ആഗ്രഹം, ഇഷ്ടം വെച്ച് ജീവിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് ഇവിടെ ജീവിച്ചാലോ അല്ലെങ്കിൽ ഈ ശരീരം വിട്ട് പോയാലും നമ്മൾ ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നു, അല്ലേലൂയ? പ്രസാദിക്കുവാൻ അഭിമാനപ്പെടുന്നു, അല്ലേ? ഓക്കെ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ, അല്ലേ? മനസ്സിലായോ?
ദൈവ ഇഷ്ടം അവിടെയല്ലേ ചെല്ലേണ്ടത്. അതുകൊണ്ട് ദൈവ ഇഷ്ടം ചെയ്യുവാൻ മാത്രം ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു അല്ലേ എന്നുള്ളതാണ് കാര്യം. മത്തായി 7:21 മുതൽ 73 വരെ വായിക്കുമ്പോൾ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവൻ മാത്രമേ ആ സ്വർഗത്തിലേക്ക് കടക്കുവാൻ കഴിയും. പലരും എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും, പ്രവാചകങ്ങൾ പറയും, ഭൂതങ്ങളൊക്കെ പുറത്താക്കും. പക്ഷെ അവിടെ യേശു പറയുന്ന ഒരു കാര്യം, അങ്ങനെ അതായത് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഹിതം ചെയ്യാതെ യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, നടക്കട്ടെ. പക്ഷെ എന്നാൽ അവിടെ യേശു പറയുന്ന കാര്യം, ഞാൻ അന്ന് പറയും നിങ്ങളെ ഞാൻ അറിയില്ല, ദുഷ്പ്രവർത്തിക്കാരെ. അങ്ങനെയാണോ ആ വാക്ക്? അറിഞ്ഞല്ല, അധർമ്മ പ്രവർത്തിക്കാർ. ഓക്കെ, അധർമ്മ പ്രവർത്തിക്കാർ, തമിഴിൽ അക്രമക്കാരർ അല്ലല്ലോ, ദുഷ്പ്രവർത്തിക്കാരർ, അധർമ്മ പ്രവർത്തിക്കാർ. ആരെയാണ് പറഞ്ഞത്? കർത്താവിനെ വിളിച്ച് ജീവിച്ചവർ അല്ലേ? യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ ചെയ്തവരെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്, അധർമ്മ പ്രവർത്തിക്കാരൻ. മനസ്സിലായോ നിങ്ങൾക്ക്? അങ്ങനെയെങ്കിലേ ഈ ലോകത്തിൽ ശരീരത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഹിതം, ദൈവത്തിൻ്റെ ഹിതം എന്താണ് ചിന്തിച്ച് അല്ലേ ജീവിക്കേണ്ടത് ആവശ്യമാണ്. റോമ 12:2 നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ലോകത്തിൻ്റെ അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം, ദാറ്റ്സ് ആൻ പാർട്ട്. ഓക്കെ, ദൈവത്തിൻ്റെ പാർവയിൽ നോക്കിൽ നന്മയും പ്രസാദവും ദൈവഹിതം എന്താണ് പിന്നെ വായിക്കാം. തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു അല്ലല്ലേ. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, തേഹി എന്ന ഒരു വാക്ക് നമ്മൾ ചിന്തിച്ചു അല്ലേ. രണ്ടാമത് ആ വാക്കിന് ഇന്നൊരു വാക്ക് എന്താണ്? അഹമേ ഉള്ളവൻ അല്ലേ. ഇവ മൂന്നാമതൊരു വാക്ക് മനസ്സ് അല്ലല്ലേ. ഇങ്ങനെ മനസ്സ്, തേഹി, അഹമേ ഉള്ളവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യത്തെക്കുറിച്ചാണ്. മനസ്സിലാക്കുന്നോ? അപ്പോൾ ഇവിടെ മനസ്സ്, അപ്പോൾ ഈ മനസ്സ് പുതുക്കം അല്ലേ പ്രാപിക്കണം, പുതുക്കം രൂപാന്തരപ്പെടണം അല്ലല്ലോ. എങ്ങനെ രൂപാന്തരപ്പെടണം? ദൈവത്തിൻ്റെ ഹിതം ഇതാണ് എന്നൊക്കെ ചിന്തിക്കുവാൻ തക്കവണ്ണം ഒരു രൂപാന്തരം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതാണ് 2 കൊരിന്ത്യർ 4:16 വായിച്ചത്. അഹമയുള്ളവൻ നാൽക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ഇങ്ങനെ പുതുക്കം പ്രാപിക്കുന്നു. പുറമേ ഉള്ളവൻ പുതുക്കം പ്രാപിക്കുന്നത് കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അഹമേ ഉള്ളവനിൽ ഇതാണ് ദൈവഹിതം, അവൻ്റെ ഇഷ്ടം ഇതാണ്, അവനെ പ്രസാദിപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ് എന്നുള്ള ഒരു ഉണർവ്, ചിന്ത, ബോധം നിങ്ങൾക്ക് ഉണ്ടായോ? പലപ്പോഴും എനിക്ക് സംശയമാണ്. അവർ പള്ളിയിൽ ചെല്ലുന്നു, പാട്ടൊക്കെ പാടുന്നു, കൈക്കാലിലൊക്കെ അടിക്കുന്നു, ഉതർന്ന് മുറക്കുന്നു, തിരുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്ന വസ്തുതയാ. പക്ഷേ മനസ്സ് പുതുക്കം പ്രാപിച്ചില്ലല്ലോ, മനസ്സ് മാറിയില്ലല്ലോ, സ്വഭാവം മാറിയില്ലല്ലോ, ഗുണാംശങ്ങൾ മാറിയില്ലല്ലോ. ഫിലിപ്പി 2:5 വായിക്കുമ്പോൾ ക്രിസ്തു യേശുവിലായിരുന്ന ഭാവം അല്ലേ, തമിഴിലെ ചിന്ത എന്ന് പറയും, ആയിരുന്ന ഭാവം തന്നെ നിങ്ങളിൽ തന്നെ ആയിരിക്കുന്നോ? ഉണ്ടായോ? അല്ലല്ലോ പറയുന്നത് മനസ്സിലാകുന്നോ? പലപ്പോഴും ക്രിസ്തീയ മേഖലയിൽ കാണുന്നത് യേശു ആരാധിക്കണം, അങ്ങനെ ആരാധിക്കണം, ഇങ്ങനെ ആരാധിക്കണം, പാടി ആരാധിക്കണം, ഓടി ആരാധിക്കണം. തമിഴ്നാട്ടിലൊക്കെ പ്രാന്തന്മാരാണ് അവിടെ. ഓക്കെ, അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഇവിടെ യേശുവിൻ്റെ ഭാവം നമ്മൾ വരണമെന്നാണ് പറയുന്നത്. വന്നിട്ടുണ്ടെങ്കിൽ അത്രയും നഷ്ടപ്പെടും അല്ലല്ലോ, വേസ്റ്റാണ്. മനസ്സിലായോ? ആ വാക്ക് ഇങ്ങനെ സമയം പോകുന്നോ? പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഗലാത്യർ 4:19 വായിക്കാം. ഗലാത്യർ 4:19 നിങ്ങൾ വായിക്കാം. ക്രിസ്തു നിങ്ങളിൽ 19 ക്രിസ്തു നിങ്ങളിൽ ആ വാക്ക് ശ്രദ്ധിച്ച് നോക്ക്. ഉരുവാകുവോളം പ്രസവവേദനപ്പെടുന്നു. അപ്പൊ ആദ്യത്തെ സഭയുടെ അപ്പോസ്തലന്മാരൊക്കെ എങ്ങനെയാണ് യേശുവിനെ ആരാധിക്കുന്നത്, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഇരുന്നില്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കുന്നത്. അവരെന്താ ചെയ്തത്? ക്രിസ്തുവിനെ
നമ്മൾ ഉണ്ടാക്കി, ഉരുവാക്കി, ജനിപ്പിച്ചു അല്ലേ? അത് എങ്ങനെയെന്ന് പറഞ്ഞത് നാം വാക്ക് പറഞ്ഞല്ലോ, ഫിലിപ്പിയർ 2:5. ക്രിസ്തുയേശുവിലായിരുന്ന ഭാവം ആ ഭാവം വരേണം. എഫേസ്യർ 4:11 കുറച്ച് വേഗം വായിക്കാം. 4:11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായിട്ട്, പ്രവാചകന്മാരായിട്ട്, സുവിശേഷകന്മാരായിട്ട്, ഇടയന്മാരായിട്ട്, ഉപദേശകന്മാരായിട്ട് നിയമിച്ചിരിക്കുന്നു. എന്തിനാ നിയമിച്ചിരിക്കുന്നു? വയറ് എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനായ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയിലും തികഞ്ഞ പുരുഷത്വവും സമ്പൂർണമായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായി ശുശ്രൂഷയുടെ വേലയ്ക്ക് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സഭയിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. അങ്ങനെ നാം മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോരോ കാറ്റുകളിനാലെ അലഞ്ഞൊളിയുന്ന ശിശുക്കളായിരാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചു കൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ. മനസ്സിലായോ? നിങ്ങളുടെ ഭാഷയിലല്ലേ സംസാരിച്ചത്, വചനം നിങ്ങളുടെ ഭാഷയിലല്ല ഉള്ളത്. അപ്പം ആദ്യം യേശു നമ്മൾ ജനിക്കുന്നു അല്ലേ, ഉണ്ടാകുന്നു, ഉരുവാകുന്നു. പിന്നീടോ അത് വളരുന്നു. അല്ലല്ലേ? ക്രിസ്തീയ സ്വഭാവത്തിൽ, ഗുണാംശങ്ങളിൽ, ഭാവത്തിൽ ഒക്കെ വളരുന്നു. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഉള്ളിൽ സംഭവിക്കില്ല എങ്കിലേ നിങ്ങൾക്കും യേശുവിനും ഏത് ബന്ധവും ഇല്ല എന്നുള്ളതാണ്. അത് ഉറപ്പാണ്. മനസ്സിലായോ? അത് കത്തോലിക്കരോ CSCക്കാരോ പെന്തക്കോസ്തുകാരോ സിയോൻ പെന്തക്കോസ്തോ IPCയോ പല കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ചോദിച്ചില്ല, യേശുവോട് നിങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാലേ എത്ര വർഷമാണ് ബന്ധം? നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് അവരോട് കൂടെ സഞ്ചരിക്കുന്നു, നടക്കുന്നു? എത്ര ദൂരം ഈ രൂപാന്തരം ഇപ്പോൾ വായിച്ചല്ലോ കുറച്ചൊക്കെ, ഈ രൂപാന്തരം എത്ര ഡിഗ്രി അല്ലേ, ഡിഗ്രി ഓഫ് സ്പിരിച്വൽ സ്റ്റാറ്റസ് എന്ന് പറയും വന്നു എന്നുള്ളത് ആദ്യം നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നമ്പർ 1. ഹല്ലേലൂയ. രണ്ടാമത് 1 യോഹന്നാൻ 2:25-26 വായിക്കാം. 1 യോഹന്നാൻ 2:25-26 വേഗത്തിൽ. വയറ് നിത്യ ഇതാകുന്നു. നമുക്ക് വാഗ്ദത്തം നിത്യജീവൻ തന്നെ. അവിടെയും ഒരു തെറ്റിക്കുന്നവരല്ലേ? തെറ്റിക്കുന്നവർ പലരല്ലേ? അതാണ് ഇവിടെ നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പം പലരും തെറ്റിക്കുന്നു. ആരാ തെറ്റിക്കുന്നവർ? വേറെ മതക്കാരാണോ? അല്ലല്ലോ. തെറ്റിക്കുന്നവർ ബൈബിൾ വെച്ചിരിക്കുന്നവരല്ലേ? ഈ ബൈബിൾ വെച്ച് സംസാരിക്കുന്ന പ്രസംഗന്മാരാണ് തെറ്റിക്കുന്നത്. അതല്ലേ കാര്യം. അവിടെ കള്ള പ്രവാചകന്മാർ, കള്ള ഉപദേശകന്മാർ, ഇടയന്മാരൊക്കെ ഉണ്ടാകും എന്ന് പത്രോസ് ലേഖനത്തിൽ വായിക്കാം. അപ്പം തെറ്റിക്കുന്നത് ആരാ? ഇവന്മാരാണ്. അപ്പം മീഡിയാസിലൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ, വീട്ടിൽ മൊബൈലിലൊക്കെ കിട്ടുന്നതാണ്, നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇവിടെ നിത്യജീവനെ നൽകും എന്നുള്ളതാണ് യേശു നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തം. യോഹന്നാൻ 10:27-28 വായിക്കുമ്പോൾ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കണം, അവ എന്നെ തന്നെ അനുഗമിക്കണം, മറ്റേ ആരും പുറകിൽ ചെല്ലരുത്. വചനം വളരെ ശ്രദ്ധയോട് കേൾക്കുക. അല്ലേ? എൻ്റെ പുറകിൽ എൻ്റെ അനുഗമിക്കണം. അവയാണ് ഞാൻ അറിയുന്നു, എൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നു, ഞാൻ അവക്ക് നിത്യജീവൻ നൽകുന്നു. അവിടെ കാണാം, അതൊക്കെ കുറച്ച് മുമ്പിൽ കാണാം. ഓക്കെ, അപ്പോൾ യേശുവിൻ്റെ വാഗ്ദത്തം നിത്യജീവൻ. ഇന്നൊരു ജീവനെ കുറിച്ച് നോക്കാമല്ലോ, അനിത്യമായ ജീവൻ. അപ്പോൾ ഇതൊക്കെ ആപ്പോസിറ്റായിട്ടൊന്നും ഉണ്ടല്ലോ. നിത്യം, അതിൻ്റെ ആപ്പോസിറ്റ് എന്താണ് മലയാളത്തിൽ? അനിത്യം തന്നെയല്ലോ. ഓക്കെ, അപ്പോൾ അനിത്യമായ ജീവന്റെ വാഗ്ദത്തങ്ങൾ ഉണ്ടോ പാസ്റ്ററെ? ചോദിക്കുമല്ലോ. കാണും. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 14 വചനങ്ങൾ വായിക്കുമ്പോൾ
അവിടെ ലോകത്തിൻ്റെ മുകളിലൊക്കെ കയറ്റും, മറ്റ് ജാതികളെ വിട്ട് അനുഗ്രഹമായിട്ട് കൊണ്ടു ചെല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചാണ് ഇപ്പോഴത്തെ പ്രസംഗന്മാരൊക്കെ പ്രസംഗിക്കുന്നത് അല്ലേ? അധികം അതല്ലേ പ്രസംഗിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കും, എടോ നിങ്ങൾ ആരെങ്കിലും ഇന്ത്യൻ്റെ പ്രസിഡൻ്റായി വന്നോ? പ്രൈം മിനിസ്റ്ററായിട്ട് വന്നോ? മറ്റവന്മാരല്ലേ അവിടെ പ്രൈം മിനിസ്റ്ററായിട്ട് വരുന്നത്? ഇവിടെ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ പറയുന്നത് തന്നെ കാര്യം. ആരും അത്ര ദൂരം ലോകത്തിൻ്റെ മുകളിൽ കയറിയില്ല അല്ലേ? കയറിയില്ല. അത് ഇങ്ങനെയുള്ള സ്റ്റാറ്റസ്, അത് അങ്ങനെ മിനിസ്റ്റർ എന്ന രോഗം ഭരിക്കുന്ന കാര്യങ്ങളായാലും ശരി, മറ്റ് ഐശ്വര്യം, ധനം, അങ്ങനെയുള്ള കാര്യമായാലും ശരി, അത്ര ദൂരം നിങ്ങൾക്ക് ആയില്ലല്ലോ. അതല്ലേ വസ്തുത ഇല്ലേ? നിങ്ങൾ പല വിശ്വാസികളും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ വിശ്വസിക്കുന്നത്, പക്ഷെ അങ്ങനെ ആകുന്നില്ല. അതല്ലേ കാര്യം. വളരെ താഴോട്ട് പലപ്പോഴും പല പ്രശ്നങ്ങളാണ്. ഞാൻ സ്ട്രൈറ്റായിട്ട് സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പോഷ്കാണ് അല്ലല്ലോ. അപ്പോൾ യേശു അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഓക്കെ, അങ്ങനെ തന്നെ സപ്പോസ് അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കാമെന്ന് വെച്ചാൽ, ലോകത്തിൻ്റെ മുകളിൽ കയറും. എവിടെ കയറും? അങ്ങനെ ചിന്തിക്കാൻ കുറച്ച്. ലോകത്തിൻ്റെ മുകളിൽ കയറി എന്ന് വെച്ചാൽ പിന്നീട് അവസാനം എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? തമിഴിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, രാജാക്കന്മാരുടെ കല്ലറയിൽ അടക്കും. എവിടെ? ലോകത്തിൻ്റെ മുകളിൽ കയറിയവരെ സാധാ അങ്ങനെയുള്ള കല്ലറകൾ വയ്ക്കുന്നില്ല അല്ലേ? രാജാക്കളിൻ കല്ലറ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വചനം എടുത്താൽ സമയം പോകും. അപ്പം അത്ര തന്നെയല്ലോ അവസാനം, അത്ര തന്നെ അല്ലേ? ഇതല്ലേ വസ്തുത. അവിടെ പുഷ്പചക്രമോ റീത്തോ അതൊക്കെ വയ്ക്കും കുറച്ച്, അത്ര തന്നെ. പക്ഷെ യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ തരാൻ പോകുന്നു, വാഗ്ദത്തം തരുന്നു. അതായത് ലൂക്കോസ് 20:36 വായിക്കുമ്പോൾ, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നവർ ഇനി മരിക്കുന്നില്ല, അവർ ദേവദൂതന്മാരെ പോലെ ഒരു പുതിയ ശരീരത്തിൽ കാണും അല്ലേ? ആ വചനം അവിടെ ഉണ്ട്, വായിച്ചാൽ സമയം പോകും. ദൈവദൂതന്മാർ തുല്യമായിട്ട് ആകുന്നു, ദൈവമക്കൾ. ഓക്കെ മതി, ഏഞ്ചൽസ്മാർ, അത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 1 യോഹന്നാൻ 3:2 വായിക്കുമ്പോൾ എന്താണ് വായിക്കുന്നത്? അവൻ ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല, എന്നാലും അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകയാൽ അവനോട് സദൃശ്യ, അവനെ പോലെ അല്ലേ? അപ്പൊ യേശുവിൻ്റെ ശരീരം പോലെ ഒരു പുതിയ ശരീരം ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ഈ ശരീരത്തിന് വെള്ളം അടിക്കുന്നത് പോലെ പെയിന്റ് അടിക്കുന്ന കാര്യമല്ല. പലരും അങ്ങനെയൊക്കെ ചെയ്യും ഇല്ലേ? കുറച്ചൊക്കെ പെയിന്റ് അടിച്ചിട്ട് പിന്നീട് അവസാനിക്കും, അത്ര തന്നെ. അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പുതിയ ശരീരമാണ് ആ ശരീരം. ഞാൻ യേശു എങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്നോ അതുപോലുള്ള ഒരു പുതിയ ശരീരം തരും എന്നാണ് യേശു പറഞ്ഞത്. രണ്ടാമത് വെളിപ്പാട് 3:5 വിജയിക്കുന്നവർക്ക് ഞാൻ വെള്ള വസ്ത്രം ഉടുപ്പ് കൊടുക്കും, യോഗ്യന്മാരാകിയാൽ മതി വെൺവസ്ത്രം കൊടുക്കും എന്ന് പറയുന്ന ഒരു കാര്യം. പലപ്പോഴും പെന്തക്കോസ്തേ മേഖലയിൽ ഒരു തെറ്റായ ഒരു ധാരണ ഉണ്ട്. വെള്ളവസ്ത്രം എന്ന് പറയുമ്പോൾ ഇതാണ് വെള്ളവസ്ത്രമെന്ന് അവർ അങ്ങനെ മനസ്സിലാക്കി, തെറ്റാവും. അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വെള്ളവസ്ത്രം തരും. ഇവിടെ ഷാപ്പിൽ വാങ്ങുന്ന വസ്ത്രമല്ല, ഇത് ദൈവം തരുന്നത്, യേശു തരുന്നത്. മനസ്സിലായല്ലോ? ആ വസ്ത്രം എന്താണ് എന്ന് വെച്ചാലേ 19:8 വെളിപ്പാട് 19:8 വായിക്കുമ്പോൾ, ശുദ്ധവും ശുദ്ധിയും ശുഭ്രവുമുള്ള വസ്ത്രം ധരിപ്പാൻ, ശുഭ്രമുള്ള വിശേഷ വസ്ത്രം ധരിപ്പാൻ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാണ്. ഹല്ലേലൂയ. ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ നീതി പ്രവർത്തികൾ, നമ്മുടെ ഭാവം, ഗുണാംശം, സ്വാപം, ആത്മാവിൻ്റെ ബലങ്ങൾ എന്ന് പറയുന്നല്ലോ, അങ്ങനെയുള്ള കാര്യം, ഇതെല്ലാം ഇതിൻ്റെ രീതി അനുസരിച്ചാണ് ആ വെള്ള വസ്ത്രം യേശു നമുക്ക് തരുന്നത് അല്ലല്ലേ? അല്ലാതെ ഇവിടെ വെള്ള വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് അവിടെ ചെല്ലുന്നില്ല.
ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടായിരിക്കട്ടെ എന്ന് അന്ന് ഉള്ളവർ ചെയ്തതാണ് ഒരു കാര്യം. വിശുദ്ധിയായിട്ട് വസ്ത്രം ധരിക്കുക, പിന്നീട് വെള്ളയോ പച്ചയോ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ മതിയല്ലേ? ആദ്യം വിശുദ്ധി അല്ലേ? വിശുദ്ധിയായി വസ്ത്രം ധരിച്ചില്ലെങ്കിൽ വളരെ തെറ്റല്ലേ? വെള്ളയിൽ ധരിച്ചാലെന്താ, ഏത് കളറിൽ ധരിച്ചാലും ആദ്യം വിശുദ്ധിയായി വസ്ത്രം ധരിക്കണം. പിന്നീട് അത് വെള്ളയോ അത് നിങ്ങൾക്ക് കരുതുന്നത് പോലെ, അത് നിർബന്ധമല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. യേശുവോ അപ്പോസ്തലന്മാരോ ആദ്യത്തെ സഭയിലോ അങ്ങനെ ഒരു ഉപദേശം ഇരുന്നില്ല എന്നുള്ളതാണ്. അല്ലല്ലേ? ഉണ്ടോ? ആരൊക്കെങ്കിലും പറയാം? അതുകൊണ്ട് വെള്ളയ്ക്ക് എതിരായിട്ട് സംസാരിക്കുന്നതല്ല, ഞങ്ങളും വെള്ളം ധരിക്കുന്നതാണ്. പക്ഷേ ഇത് ഉപദേശമല്ല, അത് അവരവരുടെ ഇഷ്ടമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെള്ളവസ്ത്രം എന്ന് പറയുന്നത് സ്വർഗത്തിൽ തേജസ്. എന്താണ് തേജസ്? പ്രഭ എന്ന് പറയുന്ന കാര്യമാണ്. മനസ്സിലായോ? 1 കൊരിന്ത്യർ 15:40-41 വേഗം വായിക്കാമോ? സൂര്യന്റെ പ്രഭ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വായിക്കാം. 40-41 1 കൊരിന്ത്യർ 15:40-41. ഓക്കെ. സ്വർഗീയ ശരീരത്തെ തേജസ് വേറെയാണ്, തേജസ് വേറെയാണ്. അതെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രനുടെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് ഇതിൽ ഭേദമുണ്ട്. മരിച്ചവരിൽ നിന്ന് പുനരുദ്ധാനവും കണ്ടോ? മനസ്സിലായല്ലോ? അപ്പോ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചിലരൊക്കെ സൂര്യനെ പോലെ അങ്ങനെ പ്രഭാ തേജസ് തിളങ്ങുന്നതാണ്, അല്ലല്ലേ? പിന്നീട് വേറെ പലര് ചന്ദ്രനെ പോലെ കുറവല്ലേ? പിന്നീട് പലരും ഈ ട്യൂബ്ലൈറ്റ് ലൈറ്റ് പോലെ, പലരും അതെ വ്യത്യാസം. നക്ഷത്രം പോലെ, സൂര്യൻ പോലെ, ചന്ദ്രൻ പോലെ, നക്ഷത്രം പോലെ, പിന്നീടോ ഈ ട്യൂബ് ലൈറ്റ് പോലെ, അതിനുശേഷം പിന്നീടോ മണ്ണെണ്ണ വിളക്ക് പോലെ, അല്ലേ? ഞങ്ങളുടെ ദേശത്തിൽ മണ്ണെണ്ണ വിളക്ക് എന്ന് പറയും, ഇവിടെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മണ്ണെണ്ണ വിളക്ക് പണ്ട് ഈ ഇലക്ട്രിസിറ്റി വരുന്ന മണ്ണെണ്ണ വിളക്കല്ലേ? അതിൻ്റെ അറിയ നിൽക്കട്ടെ പോട്ടെ എന്താ എന്നുള്ളത് പോലെ. അതെ, അവരവരുടെ നീതി പ്രവർത്തി രീതി അനുസരിച്ചല്ലേ ഈ പ്രഭ കാണാം. അല്ലെങ്കിൽ ഷാപ്പിൽ ചെന്ന് മിന്നലടിക്കുന്നത് പോലെ, സ്റ്റാർ നക്ഷത്രം കൊട്ടുന്നത് പോലെ. ഇവിടെ ടെക്സ്റ്റൈൽ ചെല്ലുന്നത് വസ്ത്രം ധരിച്ചാലേ അവിടെ അങ്ങനെ കിട്ടുമോ? കിട്ടില്ലല്ലോ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോ രണ്ടാമത് നമ്മുടെ ദൈവഹിതം ചെയ്യുമ്പോൾ ഈ പുതിയ ശരീരം യേശു തരുമ്പോൾ ആ ശരീരം യേശുവിനെ പോലെ അതിനുடைய തേജസ്സൊക്കെ എങ്ങനെ ആയിരിക്കും? 3:21 വെളിപ്പാട്, ഞാൻ വിജയിച്ച് സ്വർഗസ്നായ ദൈവത്തോട് സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ അവരെയും സിംഹാസനത്തിൽ ഇരുത്തും. വിജയിക്കും. ഓക്കെ. പിന്നീട് സിംഹാസനം അവിടെ സ്വർഗത്തിലാണ്, ഇവിടെ അല്ല, അവിടെ. ഓക്കെ, സിംഹാസനത്തിൽ അവിടെ ഇരുത്തും. അവർ വെളിപ്പാട് 21:1 വായിക്കുമ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു, മുമ്പിലെത്തവ കണ്ടില്ല, ഇല്ലാതെ പോയി. 3 വരാം. 3 വരുമ്പോൾ ദൈവവും ദൈവമക്കളും ഒരു കൂട്ടായ്മയാക്കിയിട്ട് ഐക്യതയിൽ കാണുന്നു എന്നുള്ള കാര്യമാണ് ആ വചനം, അല്ലേ? 4ാമത് വചനമോ, ദൈവം അവരുടെ കണ്ണീരൊക്കെ തുടച്ചു കളയും, ഇനി മരണമില്ല, ദുഃഖവും മുറവിളിയും ഇല്ല, അതൊക്കെ ഇല്ലാതെ പോയി, സകലത്തെയും പുതിയതാക്കി. അല്ലല്ലോയോ? അപ്പൊ പാസ്റ്ററെ, ആ സ്വർഗത്തിൽ ചെന്നാൽ അവിടെ ആ വാക്ക് 4ാം വചനം അങ്ങനെയല്ലേ? അവിടെ കണ്ണീരൊക്കെ ദൈവം എവിടെ തുടയ്ക്കും? പുതിയ ആകാശം പുതിയ ഭൂമി വന്നെന്നല്ലേ 1 വായിച്ചത്. അപ്പൊ സ്വർഗത്തിൽ ചെന്നാലേ ഈ കണ്ണീരൊക്കെ ഒഴിവാകുമോ പാസ്റ്ററെ? അങ്ങനെയല്ലേ അതിന്റെ അർത്ഥം? അല്ലേ? ഇവിടെ മാറുന്നില്ലേ? അപ്പൊ പാസ്റ്റർമാർ പറയുന്നത് തമിഴില്, നിങ്ങളുടെ ദുഃഖ നാட்களെല്ലാം മുടിഞ്ഞു പോവും, നിങ്ങളുടെ ദുഃഖ നാட்களൊക്കെ അവസാനിക്കും. അപ്പൊ ഞാൻ പറയും അവസാനിക്കും എന്നെന്ന് നിങ്ങൾക്കറിയാമോ? വെളിപാട് 14:13 വായരെ വചനത്തിലേക്കല്ല, 14:13 വായരെ. ശബ്ദം കേട്ടു. അത് പറഞ്ഞത് എഴുതുക. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ പിന്നീടോ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. മതി. എപ്പോഴാണ് ആ വിശ്രമം? മരിക്കുമ്പോഴോ? അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്?
കർത്താവിൽ മരിക്കുമ്പോഴാണ് ഈ വിശ്രമം കിട്ടുന്നത്. അപ്പൊ കാര്യം ശരിയാ. ഇവിടെ ജീവിക്കുമ്പോൾ കണ്ണീരും കഷ്ടതയും അത്ര പൂർണ്ണതയാ മാറുന്നില്ല. ഇല്ല പ്രസംഗിയാരെ? അതെ, പാസ്റ്ററെ പ്രാർത്ഥിച്ചു, ദൈവം കണ്ണുനീർ തുടച്ചു, പക്ഷെ പിറ്റേ ദിവസം വീണ്ടും കണ്ണുനീർ വന്നല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ലോകം ഇപ്പൊ ദൈവത്തിന്റെ ഭരണത്തിലല്ല എന്നുള്ളതാണ്. മനസ്സിലായോ? പൈശാച് പറയുന്നു ലൂക്കോസ് 4:5, ഈ ലോകമൊക്കെ എൻ്റെ കസ്റ്റഡിയില്ല, എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും, നീ എന്നെ നമസ്കരിച്ചാലേ നിനക്ക് തരും. പറഞ്ഞോ? പറഞ്ഞു. വാസ്തുതയാണ്. അപ്പൊ പാസ്റ്ററെ, ഈ പ്രസംഗിമാരൊക്കെ പറയുന്നതൊക്കെ വഞ്ചനയോ കള്ളമോ അല്ലേ? പൈശാച് പറയുന്നത് ഈ ലോകം എൻ്റെ പിടിയിലാണ്. അതിനൊക്കെ സംസാരിച്ചു കൊണ്ടുപോയാൽ സമയം പോകും. ആദമവാടത്തിൽ കൊടുത്തതാ പറഞ്ഞ നീ തന്നെ വെşുള്ള ആണ്ടുകൾ എൻ്റെ തമിഴിൽ അങ്ങനെ. അവൻ പൈശാചത്തിൽ പോയി അത് അത്രയും ഊരിയെടുത്തു, അവനെടുത്തു. അതല്ലേ കാര്യം. പിന്നീട് ഇസ്രായേലിട്ട് കുറച്ചു കാലം കൊടുത്തു, അവർ ബിംബാരാധന ചെയ്തു, അത്രയും ഊരിയെടുത്തു, പൈശാച് എടുത്തു, കയ്യിലെടുത്തു. പിന്നീടാണ് യെശയ്യാ 65:17, ഇതാ ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും മുമ്പിലത്തെ വൈനി ഓർക്കുന്നില്ല, മനസ്സിൽ വരരുതെന്ന് അങ്ങനെ പറഞ്ഞു കളഞ്ഞു. കഷ്ടമായല്ലോ, എൻ്റെ മനസ്സിൽ തന്നെ വരരുത്. ആരെ പറഞ്ഞത്? ദൈവമാ. മനസ്സിലായോ? ആദമന് ഒരു അവകാശം കൊടുത്ത്, ഒരു ചാൻസ് കൊടുത്തല്ലേ, അവസരം കൊടുത്തു. പിന്നീട് ഇസ്രായേലർക്കും കൊടുത്തു. രണ്ടുപേരും പൈശാചിന്റെ പുറകിൽ പോയി. പിന്നെ എന്താ ചെയ്യേണ്ടത്? മതിയായി, എനിക്ക് മതിയായി. അപ്പോൾ ഉപേക്ഷിച്ചു, ഇട്ടു. ഇപ്പൊ പൈശാച് വന്ന് അതിനെ എടുത്തു വെച്ചു. ഇപ്പൊ ഞാനാണ് ഇതിന്റെ രാജാവ്. മനസ്സിലായോ? ആയല്ലോ. 1 യോഹന്നാൻ 5:19, നാം ദൈവമക്കളാകുന്നു, ലോകം മുഴുവതും പൈശാചിന്റെ വയറ്. 5:19 വായിച്ചല്ലേ? നമുക്ക് ദൈവത്തിൽ നിന്നുള്ളവരാണ്. സർവ്വലോകമും ആടോ വാസ്തവയാണ്. എന്നെ നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ പറയട്ടെ. ഇന്ന് രാത്രി വീട്ടിൽ പോയി ആ TV ഒന്ന് ഓൺ ചെയ്താൽ മതി, അവിടെ ഒക്കെ ന്യൂസ് വരും. പത്രങ്ങൾ എടുത്ത് വായിച്ച് നോക്ക്, അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് വായിച്ചാൽ അവിടെ കൊലപാതകം, ഇവിടെ വെട്ട്, അവിടെ കുത്ത്, ഇവിടെ ലോകത്തിൽ എന്താണ് മോഷണം, പല കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പാസ്റ്റർ എങ്ങനെയാണ് കാര്യം? ഈ ലോകത്തിന് ദൈവമാണ് ഭരിക്കുന്നതാണ് പലരും സംസാരിച്ച് നമ്മളെ വഞ്ചിച്ചല്ലേ? അപ്പൊ ഇവിടെ ദൈവവചനം പറയുന്നത്, എടോ, ഈ ലോകം മുഴുവൻ പൈശാചിന്റെ പീഡനത്തിലാണ്, കസ്റ്റഡിയിലാണ്, കുടുങ്ങി കിടക്കുകയാണ്. അതല്ലേ ലോകം ഇങ്ങനെ ആയിരിക്കുന്നു. ദൈവത്തിന്റെ ഭരണത്തിൽ ഈ ലോകം ഇരുന്നാൽ ഇങ്ങനെയാണ് ഈ ലോകം ആയിരിക്കും. പണ്ട് ഏതേൻ തോട്ടത്തിൽ എങ്ങനെ ആയിരുന്നു? ദൈവം അവിടെ വന്നു, അവരോട് സംസാരിച്ചു, ഒക്കെ കാണുന്നല്ലേ. അന്ന് ഈ കാര്യമൊന്നും ഇല്ലല്ലോ. അന്ന് സ്വർഗം പോലെയല്ലേ അന്നുള്ള സ്ഥിതി ഇരുന്നത്. ഇപ്പൊ ഇന്ന് ഇങ്ങനെ കാണുന്ന രഹസ്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ പൈശാചിന്റെ ഭരണമാണ്. അത് യോഹന്നാൻ 18:36, യോഹന്നാൻ 18:36 ഒരു കൺഫർമേഷൻ, ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാകട്ടെ. വായിക്കാം 18:36. യേശു പറയുന്നത്, എന്റെ രാജ്യം ലൗകികമല്ല, ഐകികമായിരുന്നെങ്കിൽ പോരാടുമായിരുന്നു. ഐകികം ലൗകികം അല്ലേ? ഓക്കെ. ലോകപ്രകാരമായതല്ല എന്നുള്ളതാണ്, ഇവിടെ ഉള്ളതല്ല. മനസ്സിലായല്ലോ? കൃത്യമായിട്ട് ഉറപ്പായിട്ട്. ഇനി സംശയം വരുന്നല്ലോ, വരരുത്. ഓക്കെ. അപ്പോ ഇതാണ് ഈ ലോകത്തിന്റെ കാര്യമാകുന്നത്. അപ്പോ യേശുവിനെ പോലെ പുതിയ ശരീരം, നിത്യജീവനാണ് നമ്മൾ ചിന്തിക്കുന്നത്, കിട്ടും. പുതിയ ആകാശം, ഭൂമി, അവിടെ കണ്ണീരൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാകും എന്നുള്ള രഹസ്യം ഇപ്പോൾ മനസ്സിലായല്ലോ. 22:3 വെളിപ്പാട് 22:3 വായിക്കാമോ? 3 വായിച്ചാലേ. ഇനി ഒരു ശാപമും ഇല്ല. കുഞ്ഞാട്ടിന്റെ സിംഹാസനം അവിടെ ഉണ്ടായിരിക്കില്ല, സിംഹാസനം അവിടെ ആയിരിക്കും. അപ്പോൾ ഇപ്പോഴാണ് ഇലക്ഷനൊക്കെ കഴിഞ്ഞത്. ഇവിടെ യവന്മാർ വന്നാലും പൈശാചല്ലേ സുപ്രീം ലീഡർ അല്ലേ, പ്രധാന ലീഡർ അവനല്ലേ. ഇവിടെ ഉള്ള കാര്യം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ യേശു ഭരിക്കുന്ന ആ ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോഴാണ് ഈ ശാപങ്ങളും കണ്ണീരും ഒക്കെ പൂർണ്ണതയായിട്ട് ഒഴിവാകുന്നത്, മാറുന്നതെന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ഇതാണ് നിത്യജീവൻ, മരണമില്ല, കണ്ണീരിന് വചനം വായിച്ചല്ലോ. ഓക്കെ. അപ്പോൾ രണ്ടാമത്
നിത്യജീവനിൽ വിശ്വാസമുള്ളവരായിട്ട് നിത്യജീവ അനുഗ്രഹത്തിനായിട്ട് വേണ്ടി ജീവിക്കുന്നവരും ഇവിടെ അധ്വാനിക്കുന്നവരും മാത്രമാണ് ദൈവമക്കളാകുന്നത്. ഇപ്പം മനസ്സിലായോ? രണ്ടാമത് കാര്യം, ആദ്യം തേഹീൻ്റെ അനുഗ്രഹത്തിനായി ജീവിക്കുന്നവർ. രണ്ടാമത് ഈ നിത്യജീവനിൽ വിശ്വാസമുള്ളവരായി അതിൻ്റെ അനുഗ്രഹത്തിനായി ഒരുങ്ങുന്നവർ, അല്ലേ? വിശുദ്ധിയായി തികച്ചു നാം ഒരുങ്ങിക്കുക എന്നൊക്കെ അറിയാം. അങ്ങനെയുള്ളവരാണ് ദൈവമക്കൾ എന്നുള്ളത്. നിങ്ങൾ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് നിങ്ങളെ തന്നെ ചിന്തിച്ച് നോക്കുക. അത്ര തന്നെ, അല്ലല്ലയോ? മൂന്നാമത് നമ്പർ 3, 1 പത്രോസ് 2:9 വായിക്കാമോ? 9 വായിക്കാം. 2:9. 1 പത്രോസ് 2:9. 1 പത്രോസ് ആണോ? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വെളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം, ദറ്റ് വേർഡ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജരിക പുരോഹിതന്മാർ, പിന്നീടോ വിശുദ്ധ വംശമം, സ്വന്തം ജനമുമാകും. അവിടെ കാണുന്ന വാക്ക് ഈ ലോകത്തിൽ നിന്ന് തിരിഞ്ഞ് എടുക്കപ്പെട്ടവർ, അല്ലേ? വേറ് തിരിക്കപ്പെട്ടവർ, വിശുദ്ധ ജാതി, മറ്റു ജാതികളെ പോലെ അല്ല, ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ. ഇപ്പം മനസ്സിലായോ? ലേവി 20:26. ലേവി 20:26. ഞാൻ വിശുദ്ധൻ ആയിരിക്കുന്നത് പോലെ വായിക്കാം. നിങ്ങളും വിശുദ്ധന്മാരായിരിക്കുവിൻ. തമിഴിലിരുന്ന് നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. യഹോവയായ ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധ ആയിരിക്കണം. മതി. ഇല്ല, വയറ് അവിടെ വാ. നിങ്ങൾ എനിക്കുള്ളവരായി ആയിരിക്കേണ്ടതിന് ആ വാക്ക് നോക്ക്, ജാതികളിൽ നിന്ന് വേറെ തിരിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാ ജാതികളെ പോലെ നിങ്ങളെ ജീവിച്ചു. അവരൊക്കെ വേറൊരു സ്വാമിയെ കുമ്പിടുന്നു, നിങ്ങൾ യേശു സ്വാമിയെ കുമ്പിടുന്നു. അത്ര തന്നെയല്ലോ. ഇപ്പൊ കാണുന്ന കാര്യം അങ്ങനെയല്ലേ? അതൊക്കെ ചത്ത ദൈവങ്ങളാണ്, ചത്തുപോയതാണ്, ഇത് ജീവനുള്ളതാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്. ആരാധനയും ഇങ്ങനെയുള്ള കാര്യം മാത്രം കുറച്ച് വ്യത്യാസം, പക്ഷേ രണ്ടുപേരും ഒരുപോലെ തന്നെ അല്ലേ? വിശ്വാസവും ജീവിത ശൈലിയും ഒക്കെ രണ്ടും ഒന്നുപോലെ അല്ലേ? വേറെന്താണ് വ്യത്യാസം കാണുന്നത്? ഈ കാലത്ത് കാണുന്നില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയാം. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങളെ ദൈവം വേർതിരിച്ച് എടുത്തോ? അല്ലല്ലോ, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. തിരിഞ്ഞെടുത്തോ? അതേ പാസ്റ്റർ, വേർതിരിക്കുന്നു, പക്ഷെ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. ദൈവം നന്നായിട്ട് വേർതിരിക്കുകയാണ്, പക്ഷെ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. പോരായ്മയാ അവിടെ. എന്താടാ, എങ്ങനെടാ? നിന്നെക്കൊണ്ട് കഴിയുമെങ്കിൽ നോക്ക്. അല്ലല്ലോ, കഴിയുന്നത് നോക്ക്. അങ്ങനെയാണോ? നിങ്ങളൊക്കെ ക്രിസ്ത്യാനികളാണോ? ഇങ്ങനെയാണോ ജീവിക്കുന്നത്? അല്ലല്ലേ, ദൈവത്തോട് പോരായ്മ ചെയ്യുന്നവർ. ഇവരാണ് വിശുദ്ധിയെ, ഞങ്ങൾ യേശു വരുന്നു, സ്വർഗത്തിൽ വരുന്നു, ആകാശത്തിലുള്ള പാട്ടൊക്കെ പാടുന്നത്. അല്ലല്ലേ, ഇപ്പൊ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അല്ലേ? മനസ്സിലായോ? നിങ്ങൾക്ക് വേറെ തിരിക്കപ്പെട്ടവരാണോ? എങ്ങനെയാണ്, ഏത് രീതിയിലാണ്? അതൊക്കെ കൊണ്ട് ലിസ്റ്റ് എടുക്കാമല്ലോ നമുക്ക് ഒന്നൊന്നായിട്ട്. അങ്ങനെ ആയിരുന്നു, ഇങ്ങനായി. സ്നാനമെന്ന് പറയുമ്പോഴേ റോമ 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പഴയ മനുഷ്യനെ അവിടെ കുളിച്ച് ഓടിയോ? എവിടെ, എങ്ങനെ കുളിച്ച് മോടി? കുളിച്ച് മോടി. പുതിയ മനുഷ്യൻ പഴയ മനുഷ്യൻ എന്നാണ്. ആയില്ലല്ലോ. 1-ാം ക്ലാസ് 1-ാം പാഠത്തിൽ തെറ്റി, ഫെയിലായി, പരാജയപ്പെട്ടല്ലേ. പിന്നെ എങ്ങനെ? അല്ലല്ലോ. ഓക്കെ. ഇപ്പോൾ എന്താണ് കണ്ടത്? നമ്മൾ അതായത് വേർതിരിക്കപ്പെട്ട ജനങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 2:40. വചനങ്ങൾ വായിച്ചാൽ എപ്പോഴും മനസ്സിൽ ഇരിക്കുമല്ലോ, ഞാൻ പോയാലും. അതാണ് കാര്യം. 2:40 വായിക്കാം. എനിക്കങ്ങനെ പുരാണം കട്ടുകഥ ഒന്നും സംസാരിക്കാൻ അത്ര ഇഷ്ടമില്ല. വായിക്കും. പല വാക്കുകളാലും പത്രോസ് അവിടെ സാക്ഷ്യം പറഞ്ഞു, പ്രബോധിപ്പിച്ചു. ഏത് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവനെന്ന് പറഞ്ഞു. അവന്റെ വാക്ക്
കൈക്കൊണ്ടവർ മാത്രം. അങ്ങനെയാണോ നിങ്ങൾ സ്നാനപ്പെട്ടത്? ആദ്യത്തെ കാലത്ത് സഭയുടെ സ്നാനമാണ് അവിടെ കണ്ടത്. ഈ വക്രതയുള്ള ജാതികളത് വേർതിരിഞ്ഞ്, അല്ലേ, വേർതിരിഞ്ഞ് തെരഞ്ഞെടുക്കപ്പെട്ടവർ ആയി അങ്ങനെ സ്നാനപ്പെടണം എന്നുള്ളതാണ് സഭയുടെ അടിസ്ഥാന നിയമം. അല്ലല്ലേ? കുറച്ചൊക്കെ മനസ്സിലായി കാണും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന കാര്യം ഇങ്ങനോട് വേർതിരികലോ തെരഞ്ഞെടുക്കപ്പെടുകലോ. വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്തെന്ന് ആർക്ക് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകുന്നില്ല. വിശുദ്ധി എന്ന് പറയുന്നത് ഞായറാഴ്ച പള്ളിയിൽ ചെല്ലുമ്പോൾ വെള്ളവസ്ത്രം ധരിക്കണം, അത് മതി. ഇതാണ് വിശുദ്ധി എന്ന് അവർ കരുതുന്നത്. അങ്ങനല്ല നമ്മുടെ ജീവിതം. അത് എഫേസ്യർ 4:17 വായിക്കാം. വായിക്കുമ്പോൾ സാക്ഷീകരിച്ച് പറയുന്നത്, ജാതികൾ തങ്ങൾ വ്യർത്ഥപ്രവൃത്തി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ഹല്ലേലൂയ. മനസ്സിലായോ? ഇനി നടക്കരുത്. പണ്ട് അങ്ങനെയൊക്കെ നടന്നതാണ്, ഇനി വേണ്ട എന്നുള്ളതാണ് മനസ്സിലാക്കുക. എങ്ങനെ ജീവിക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. ഞാനിവിടെ ആത്മാവ് സംസാരിക്കുമ്പോൾ അങ്ങനെയാണോ കാര്യം ദൈവമേ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. അല്ലേ? ഗുണപ്പെട്ടുകൊണ്ടേയിരിക്കണം. അല്ലേ? ഓക്കെ. ഇപ്പൊ ഫിലിപ്പി 2:15 വായിക്കാം. ഫിലിപ്പി 2:15 വായിക്കാം. വായിക്കാം. 2:15 വായിച്ച് തമിഴിലെങ്ങനെ? ഫിലിപ്പിയാസ് 2:15 കോണൽ അതൊക്കെ മുകളിൽ ഉള്ള വചനം വായിക്കാം. തമിഴിൽ ഇങ്ങനെയാണ്: കോണലും മാറുപാടുമുള്ള സന്തതി നടുവിലെ. അതെ, വചനം അതിനാൽ ഓക്കെ, ചെറുതപ്പടി. വക്രതയും കോട്ടമുള്ള തലമുറകളിൻ എവിടെ? നടുക്കൽ, അവിടെ നടുക്കൽ. ഓക്കെ, പിന്നീടോ? ഓക്കെ. അങ്ങനെ തന്നെയോ? ഇങ്ങനെ ഇല്ലയോ? ആ സഭ അങ്ങനെ, ആ പാസ്റ്റർ ഇവിടെ, അവരുടെ ഭാര്യ ഇങ്ങനെ അവിടെ പുറപ്പെടുക്കാതെ ഇങ്ങനെ ജീവിക്കുന്ന സാഹചര്യം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായിട്ട്, വിശുദ്ധിയുള്ള ദൈവത്തിൻ്റെ സ്വന്തം ജനങ്ങളായിട്ട് ജീവിക്കുവാൻ കുറച്ച് ബോധമുള്ളവരായിട്ട്. ബോധം കെട്ടാ ജീവിക്കുന്നു. കഞ്ചാവ് കളിച്ചോ? അവിടെ ഇന്റർനാഷണൽ UNL അങ്ങനെ അത് എന്താ പറയുന്നത്, ലഹരി അല്ല എന്നൊക്കെ അവിടെ സൈൻ ചെയ്തു എന്നുള്ളത് പോലെയൊക്കെ മെസ്സേജ് ഞാൻ കണ്ടു. അല്ലല്ലേ? അപ്പോൾ ബോധമല്ലാതെയാണ് ജീവിക്കുന്നത്. മറ്റവരുടെ നടുക്കിൽ വിശുദ്ധിയുള്ളവരായി ജീവിക്കാൻ വേറെ തിരിഞ്ഞവർ മാത്രമാണ് ദൈവമക്കൾ എന്ന് അറിയപ്പെടുന്നവർ. നിങ്ങളെങ്ങനെയാണ്, നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാമല്ലോ. മതി. ഇപ്പോൾ അടുത്ത കാര്യത്തിലേക്ക് കിടക്കാമല്ലോ. ഹല്ലേലൂയ. ടയേർഡായോ? എനിക്ക് പാട്ടൊക്കെ പാടി സമയം പോക്കാൻ സമയമില്ല കേട്ടോ. കുറച്ച് ഹല്ലേലൂയ. ഓക്കെ. റോമ 8:14 റോമ 8:14 വായിക്കാം. വചനം തന്നെ വായിക്കണ്ടത്, നമുക്ക് വചനമല്ലേ വേണ്ടത്. ഇത് ദൈവാത്മാവ് നടത്തുന്നവർ മാത്രമാണ് ദൈവത്തിൻ്റെ മക്കളാണ്. അല്ലേ? ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവർ. അങ്ങനെയും ട്രാൻസ്ലേറ്റ് ചെയ്യാമല്ലോ. ഇപ്പോൾ നമ്മ സ്വയ നിയന്ത്രണത്തിൽ ജീവിക്കുന്നതല്ല, ഈ ലോകത്തിൻ്റെ നിയന്ത്രണ പ്രകാരം ജീവിക്കുന്നവർ എങ്ങനെ ദൈവമക്കളാവും? ആകില്ലല്ലോ. ദൈവാത്മാവിൻ്റെ നിയന്ത്രണം. ഇത് എന്താ? ഇത് പുതിയ കാര്യമായിരിക്കുന്നു. ദൈവാത്മാവ് വരും, കൈകാലൊക്കെ മുറക്കും, അന്യഭാഷകളൊക്കെ സംസാരിക്കും, വേഗത്തിൽ കൈയടിക്കും. ഇത് മാത്രമല്ലേ നമ്മൾ അറിഞ്ഞത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേറെ കാര്യമല്ലോ, ദൈവാത്മാവിൻ്റെ നിയന്ത്രണം. ഓക്കേ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവരാണ് ദൈവമക്കൾ എന്നുള്ളത് ഓർക്കുക. ഹല്ലേലൂയ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ദൈവാത്മാവ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്കുള്ള അത് പ്രവർത്തിക്കുന്നോ എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ട വളരെ പ്രധാനമായ കാര്യമാണ്. ഏത് കാര്യം ചെയ്താലും വചനത്തിൽ
അപ്പോസ്തലർ 15:5. അപ്പോസ്തലർ 15:5 പറയുന്നു. അപ്പോസ്തലർ 15:5 ദൈവത്തിന് കീഴടങ്ങുന്നവർക്ക് ദൈവം ഇതിനെ കുറിച്ച് ഞങ്ങൾ സാക്ഷ്യം ആകുന്നു. 5:15 മന്നിക്കവും ക്ഷമിക്കുക. 5:15 ഓക്കെ. അപ്പോസ്തല പ്രവൃത്തിയല്ലേ ഞാൻ പറഞ്ഞത്. ആ വചനം വളരെ 5:15 വായിക്കുമ്പോൾ എങ്ങനെയാണ്? ദൈവം തമക്ക് കീഴടങ്ങുന്നവർക്ക് 35:32 സാറി 5:32 വായിക്ക വായിക്ക് ശരിയല്ലേ? അതെ, ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ആ വാക്ക് ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാവിയും സാക്ഷികളാകും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് മാത്രം തൻ്റെ ആത്മാവ് കൊടുക്കുന്നു. മനസ്സിലായോ? വിശുദ്ധാത്മാവിൻ്റെ രഹസ്യം ഇതാണ്. ഇത് ബ്രസീൽ പാസ്റ്റർമാർ കൊടുക്കുന്ന കാര്യമല്ല. കാരണം യോഹന്നാൻ 8:24 വായിക്കുമ്പോൾ ദൈവം ആത്മാവാകുന്നു. യേശു പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഈ ആത്മാവ് നിങ്ങൾക്ക് അയച്ചു തരും, ഇല്ലേ? മനസ്സിലായല്ലോ? ആ വാക്ക് ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക്. അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നവർക്ക് മാത്രം ദൈവം തൻ്റെ ആത്മാവ് കൊടുത്ത് സാക്ഷ്യം ചെയ്യുന്നു. ദറ്റ് വാക്ക് 15:8 ഇപ്പോഴാണ് 15:8 അപ്പോസ്തല പ്രവൃത്തി 15:8 വായിക്കുമ്പോൾ അവിടെ 8:9 വായിക്കും. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്ത് സാക്ഷി നിന്ന്. ശരി, ആ വാക്ക് കുറച്ച് സ്ട്രൈറ്റ് ആയിട്ട് പറയുമ്പോൾ ദൈവം തൻ്റെ ആത്മാവെ തന്ന് സാക്ഷി ചെയ്തു എന്നാണ്. സാക്ഷ്യം ചെയ്തു. ആദ്യം ഒരു വചനം വായിച്ചല്ലോ, അതുപോലെ. അപ്പോൾ ദൈവമക്കളെ ദൈവം സാക്ഷ്യം ചെയ്യുന്ന ഒരു കാര്യം. എങ്ങനെ സാക്ഷ്യം ചെയ്യുന്നു? ഇവ എൻ്റെ മക്കളാണ് എന്ന് വെറുതെ പറയുന്നതല്ല. അത് യേശു സ്നാനപ്പെട്ട് കയറിയപ്പോൾ അവിടെ ആകാശത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വന്നു. എന്താണ് പറഞ്ഞത്? ഇവരെൻ്റെ പ്രിയപുത്രൻ. ഓക്കെ. അപ്പം എങ്ങനെ പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? പരിശുദ്ധാത്മാവായ ദൈവം അവിടെ വന്നാണ് സാക്ഷ്യം ചെയ്ത്. അതാണ് കാര്യം. എൻ്റെ പ്രിയപുത്രൻ എന്ന്, അതാണ് കാര്യം, റൂട്ട്. ഇതാണ് നമ്മൾ വായിച്ച വചനങ്ങളൊക്കെ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഇങ്ങനെ ഒരു സാക്ഷ്യം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? നിങ്ങൾ പലപ്പോഴും പറയും, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ സ്നാനപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓക്കെ, എല്ലാം കൊള്ളാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന കാര്യം, ദൈവം നിങ്ങളെക്കുറിച്ച് തൻ്റെ പരിശുദ്ധാത്മാവ് തന്ന് നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? യേശുക്ക് അങ്ങനെ ഒരു സാക്ഷ്യം ആവശ്യമായിരുന്നല്ലോ. അപ്പോസ്തലന്മാർക്ക് ആവശ്യമായിരുന്നല്ലോ. ഒന്നും അവിടെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ സമയമല്ല. അപ്പോൾ യേശുക്ക് ആവശ്യമായിരുന്നോ? അപ്പോസ്തലന്മാർക്ക് ആവശ്യമായിരുന്നു. യേശുവിൻ്റെ അമ്മ മരിയയ്ക്ക് ആവശ്യമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:14 അവിടെ മരിയ അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തിനായിട്ട്? വിശുദ്ധാത്മാവിനായിട്ട്, പരിശുദ്ധാത്മാവിനായിട്ട് പ്രാർത്ഥിച്ചല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ അത് ആവശ്യമായിരുന്നു. അപ്പം നമുക്ക് ആവശ്യമല്ലേ? നിങ്ങൾക്ക് ആവശ്യമല്ലേ? നിർബന്ധമായിട്ടും. ഓക്കെ. അപ്പോൾ ഈ വിശുദ്ധാത്മാവിൻ്റെ അംഗീകാരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരും ഞാൻ ദൈവ മക്കളാണ് എന്ന് പറയരുത്. അല്ലല്ലോ? വേറെ വചനങ്ങളുണ്ട്. മുദ്രയിടുന്നു, മുദ്ര ID. എബേസ്യർ 1:13, എബേസ്യർ 4:30 വീണ്ടെടുപ്പിൻ്റെ ദിവസത്തിനായുള്ള മുദ്രയായ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കരുത്, അല്ലേ? ഓക്കെ. ഈ മുദ്ര ഉണ്ടോ എന്നുള്ളത് ആദ്യം. പലപ്പോഴും പറയുന്നത് ഉണ്ട് പാസ്റ്ററേ, ഞാൻ അവിടെ പോയി കൈ ഉതറും, കാൽ ഉതറും. ഓക്കെ, ഉതറട്ട്, വേണ്ടാന്ന് പറയുന്നില്ല. ശക്തി വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആവും. അതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അതൊക്കെ എതിരായിട്ടോട്ടെ സംസാരിക്കില്ല. പക്ഷേ പൈശാചം വന്നാൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ചട്ടയെ കീറുന്നു, കൈ കാലം ഉതറുന്നു, വേലം കിട്ട് അങ്ങനെ പൊട്ടിക്കെട്ടിയാലും പാടില്ല, കളിയാതെ കഷ്ടപ്പെടുന്നല്ലേ. അപ്പം ശക്തി എന്ന് പറയുന്നത് എല്ലായിടത്തിലും ഉള്ളതാണ്. പക്ഷേ ഈ ശക്തി, ഈ പവർ
എവിടെ നിന്നാണ് വന്നു എന്നുള്ളത് നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടല്ലോ. എന്താ പറയുന്നു? ഈ ശക്തി എവിടെ നിന്നാണ് വന്നത്? ഓക്കെ, 1 കൊരിന്ത്യർ 2:12. 1 കൊരിന്ത്യർ 2:12. ഞങ്ങളോ ലോകത്തിൻ്റെ ആത്മാവിനെ ആത്മാവിനെ അല്ല, നാമോ ലോകത്തിൻ്റെ ആത്മാവിനല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്ന് ഉള്ള ആത്മാവിനെ. ഓക്കെ, അവിടെ 2 ആത്മാവ് അവിടെ ഉണ്ടല്ലോ. 2. വൺ ഈസ് ഫ്രം ഹെവൻ ആൻഡ് അനദർ ഈസ് ഫ്രം ദിസ് വേൾഡ്. സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാവാണ്, ഇന്നൊന്ന് ഈ ലോകത്തിൽ ഭരിക്കുന്ന ആത്മാവാണ്. ഇപ്പം മനസ്സിലായോ? അപ്പം ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവ് നമുക്ക് വന്നോ എന്നുള്ളതാണ് ചോദ്യം. എഫേസ്യ 2:2-3 വായിക്കാം, വേഗത്തിൽ വായിക്കാം. നമുക്ക് വചനത്തിലൂടെ കിടക്കാം. ഹല്ലേലൂയ. എനിക്കതാണ് ഇഷ്ടം. ഞാൻ അങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത്. ഞാൻ ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, വിശുദ്ധാത്മാ ഇതൊക്കെ എനിക്ക് തന്നു. പോടോ, പോയിക്കൊണ്ടേരുക. ഏതെടുത്താലും സംസാരം. വായിക്കും. 2:2. നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവിഹാരങ്ങൾക്കും ഇഷ്ടമായി ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ മക്കളായി ജീവിച്ചു. നിമിത്തം ഒരു വാക്ക് അവിടെ ഉണ്ട്. വെയിറ്റ്. ആകാശത്തിൻ്റെ അധിപതിയാകിയ ആവിക്കേറ്റപടി നടന്നുകൊണ്ട് വന്നീர்கள். ആ വാക്ക് അവിടെ ഉണ്ടോ? എഫേസ്യർ 2:1-2. ഉയർപ്പിച്ചു. കാലഗതിയെയും അധികാരത്തിനും വ്യാപരിക്കുന്ന ആത്മാവ് ലോകത്തിൻ്റെ ആത്മാവ്, ആകാശത്തിന്റെ അധിപതിന്റെ ആത്മാവ്. ഇവ മനസ്സിലായോ? അപ്പൊ ലോകത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് പൈശാചാണ്. ആ ആത്മാവ് വരുമ്പോൾ എങ്ങനെയൊക്കെ അവർ ജീവിച്ചു, നമ്മൾ ജീവിച്ചു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ? ആകാശത്തിന്റെ അധിപതി, അത് 2 കൊരിന്ത്യർ 4:4 വായിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ അധിപതി മനക്കണ്ണുകളൊക്കെ അന്ധകമാക്കിയോ എന്ന് അവർ ഒരു വചനമുണ്ട്. ശരി, ഓക്കെ. അപ്പൊ ആകാശത്തിന്റെ ആത്മാവ് എന്നാൽ, ലോകത്തിന്റെ ആത്മാവ് എന്നാൽ പൈശാചിന്റെ ആത്മാവാണ്. മനസ്സിലായല്ലോ? ഇതിലൊന്നും പ്രശ്നമില്ല. ഓക്കെ, ഇപ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പം സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാവ് വന്നാലേ എന്ത് സംഭവിക്കും? 1 കൊരിന്ത്യർ 2:9. ദൈവം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ണ് കാണുന്നല്ല, ഒരിക്കലുള്ള കാര്യം കണ്ണ് കാണുന്നല്ല, കേട്ടിട്ടില്ല, മൂളെ ഹൃദയത്തിൽ തോന്നുന്നില്ല, പിന്നീടോ പോലെ ആയി. നമുക്ക് ദൈവം തൻ്റെ ആത്മാവ് കൊണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാവ് വന്നാലേ എന്ത് സംഭവിക്കും? സ്വർഗീയ വെളിപ്പാടുകൾ ഉണ്ടാകുമോ? ഉണ്ടാകണം. ഈ ആത്മാവ് എവിടെ നിന്നാന്ന് വന്നു എന്നുള്ളത് നമുക്കൊരു ഉറപ്പ് വേണ്ടത് ആവശ്യമല്ലേ? അപ്പൊ സ്വർഗത്തിൽ നിന്ന് വന്നാലേ സ്വർഗത്തിന്റെ വെളിപ്പാട്. അപ്പൊ ലോകത്തിന്റെ ആത്മാവ് വന്നാലോ? മനസ്സിലായല്ലോ? മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ലോകത്തിന്റെ ആത്മാവ് വന്നാൽ വെളിപ്പാട് മാറും. 1 യോഹന്നാൻ 4:5 വായിക്കാം. വേഗത്തിൽ 4:5 വായിക്കാം. 4:5 വായിക്കാം. അവർക്ക് ലോകസ്ഥന്മാരാണ്, ലൗകികമായവരാണ്. ലൗകികമായത് മാത്രം അവർക്ക് സംസാരിക്കാൻ കഴിയും. ലോകം ആ വാക്ക് തന്നെ കേൾക്കുന്നു. പിന്നീടോ വായരെ കണ്ടിന്യൂ. നമ്മളെല്ലാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തെ അറിയുന്നവർ മാത്രമാണ് ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നു, മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു. കേൾക്കുന്നില്ല. പിന്നീടോ ഇതിനാൽ സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും തിരിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ലോകത്തിന്റെ മുകളിൽ കയറ്റുമെന്ന് സംസാരിക്കുന്നവരും വിശ്വസിക്കുന്നവരും ലോകത്തിന്റെ ആത്മാവിന്റെ പീഡനത്തിലാണ്. അല്ലേ? കുടുങ്ങിക്കിട അല്ലേ? ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാവർക്ക് അങ്ങനെയുള്ള
വെളിപ്പാടുകൾ വരും. ലോക ആത്മാവുള്ളവർക്ക് ഇങ്ങനെയുള്ള വെളിപ്പാട് വരും. ഇപ്പൊ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് നിങ്ങൾക്കുൾ ഭരിക്കുന്ന പ്രവർത്തിക്കുന്ന ആത്മാവായാലും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവർക്കുള്ള എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കുറച്ചൊക്കെ മനസ്സിലായി കാണുമല്ലോ. അവർ അന്യഭാഷയൊക്കെ സംസാരിക്കും. വെറുതെ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ടോ അത് പരിശുദ്ധാത്മാവ് എന്ന് വിശ്വസിക്കരുതെന്ന് ദൈവം ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം പൈശാചും അന്യഭാഷയിൽ സംസാരിക്കും. കാരണം അവൻ മുമ്പേ ഒരു തൂതനായിരുന്നു, അല്ലേ? തൂതൻ, അവൻ തൂതർ ഭാഷ അല്ലേ, തൂതന്മാരുടെ ഭാഷ ഉണ്ടെന്ന് അവിടെ പറഞ്ഞു. അവർ സംസാരിക്കും. ഞാൻ കന്യാകുമാരിയുടെ അടുത്ത് ഒരിടത്ത് ഇങ്ങനെ ഒരു ഭവന പ്രാർത്ഥനയിൽ ചെന്നിരുന്നു. ആദ്യം ഒരു പ്രാർത്ഥന, അവിടെ ഉള്ള ഒരു സ്ത്രീ തുള്ളി ചോടി കുതിച്ച് അങ്ങനെ അന്യഭാഷയിലൊക്കെ പറഞ്ഞ് ഭയങ്കര അങ്ങനെ ചെയ്തു. പിന്നീട് ഞാൻ വചനം സംസാരിച്ചു. അപ്പം ഞാൻ 6:33 മത്തായി ആദ്യം ദൈവരാജ്യവും അവരുടെ നിയമങ്ങളും അന്വേഷിക്കുവേൻ എന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവഹിതം ചെയ്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നത് അത് ദൈവരാജ്യം എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ലോകത്തിൻ്റെ രീതിയിൽ വേറൊരു ആത്മാവുണ്ട്, അതിലാണ് ജനങ്ങളൊക്കെ കുടുങ്ങി കിടക്കുന്നത്, അതാണ് ദൈവരാജ്യം അന്വേഷിക്കുകൻ അല്ലേ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം 2 നിമിഷം സംസാരിച്ചു. അവിടെ അന്യഭാഷ പേശി ചാടി തുള്ളിയല്ലോ, കുതിച്ചല്ലോ, ചാടി മറിഞ്ഞ സ്ത്രീ 2 കയ്യമറിക്ക് ഡായ് ഞാൻ ആരാണെന്ന് നിനക്കറിയാമല്ലോ. കൊള്ളാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, നീ ആരാന്ന് എന്ന് എനിക്ക് അറിയാൻ ഇഷ്ടമില്ല, താല്പര്യമല്ല, ഓടിപ്പോ പൈശാച് എന്ന് പറഞ്ഞു. നീ ആരാന്ന് എനിക്കെന്താ ആവശ്യം? ആ കിള വീണു, സർപ്പം പോലെ ഇങ്ങനെ നെളിഞ്ഞു, വാമിറ്റ് ചെയ്ത് ഓടിപ്പോയി. ആദ്യം അന്യഭാഷ, പിന്നീട് കണ്ടോ മതിയല്ലോ എന്നറിയാൻ പറയാം. ഇപ്പം സമയമല്ല. അതല്ല, ഇതുകൊണ്ട് വേറെ അന്യഭാഷ നല്ലത് തന്നെ. അതൊക്കെതിരായിട്ട് ഞാൻ അധികമായിട്ട് നിങ്ങൾ അധികം സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിച്ചാൽ പിന്നെ മലയാളത്തിൽ സംസാരിക്കാൻ നിങ്ങൾ കേൾക്കാൻ പാടില്ലാതാവും. അങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണ്, വേണ്ടാന്ന് പറയുന്നില്ല. പ്രവാചകം പറയണ്ടേ? പറയണം, ഉറപ്പായിട്ട് പറയണം. അവിടെ അപ്പോസ്തല പ്രവൃത്തി 16:16 അപ്പോസ്തല പ്രവൃത്തി 16:16 അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് ഏത് സ്ത്രീ എന്ന് വെച്ചാൽ വെളിച്ചപ്പാട് പറയുന്ന സ്ത്രീ. ഏത് സ്ത്രീ? അപ്പൊ വെളിപ്പാടുന്നത് വേറെയാ, വെളിച്ചപ്പാടെന്ന് പറയുന്നത് വേറെയാണോ? കുറിച്ചൊല്ലുന്നതെന്ന് പറയും നിങ്ങൾ തമിഴ്നാട്ടിൽ. പറഞ്ഞ കാര്യം, ഇവരൊക്കെ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ദാസന്മാരാണ്, രക്ഷാവളി നമുക്ക് ചൊല്ലി തരുവാൻ അറിയിപ്പാൻ വന്ന മനുഷ്യരാണ്. അങ്ങനെ പറഞ്ഞു അല്ലേ? പൗലോസിനെയും ശീലാസിനെയും കുറിച്ചതാണ് പറഞ്ഞത്. സാധാരണമാരനെ വലിയ അപ്പോസ്തലന്മാരാണ്. ഇവരൊക്കെ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാവഴി നമുക്ക് കാണിച്ചു തരാൻ വന്നവരാണ്. കൊള്ളാം. വെളിപ്പാട് വെളിച്ചപ്പാട് കൊള്ളാമല്ലോ, ജെന്യൂൻ, ഒറിജിനൽ. പക്ഷേ പല ദിവസം അങ്ങനെ തന്നെ ചെയ്തു എന്ന് അവിടെ ഒരു വാക്കുണ്ട്. ഉണ്ടോ? പല ദിവസം അങ്ങനെ ചെയ്തു. അങ്ങനെയെങ്കിൽ കുറച്ച് ദിവസമൊക്കെ പൗലോസിനെയും ശീലാസിനെയും വഞ്ചിച്ചു, അല്ലേ? അങ്ങനെയല്ലേ അർത്ഥമാകുന്നത്? മനസ്സിലായില്ല അവർക്ക്. കൊള്ളാമല്ലോ, അവർ പറയുന്നതല്ല വാസ്തുതയാ, ഏതോ സംതിങ് അങ്ങനെ. പിന്നീടാണ് പൗലോസ്ക്ക് പിടികിട്ടിയത്. രക്ഷാവളി കാണിക്കുന്നെന്ന് ഈ സ്ത്രീ പറയുന്നു. ആ സ്ത്രീ രക്ഷിക്കപ്പെട്ടില്ല, രക്ഷ പ്രാപിച്ചില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അവിടെ ഒരു ചെറച്ചാലക്കാരൻ, തമിഴിലെ ചെറച്ചാലക്കാരൻ എന്ന് പറയും, അവ വന്ന് അവിടെ ആണ്ടവന്മാരെ രക്ഷ പ്രാപിപ്പാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കേട്ടല്ലോ, അല്ലേ? പക്ഷെ ഈ സ്ത്രീ കേട്ടില്ല. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇത് കുറച്ച് പ്രശ്നമാണ്, അല്ലല്ലോ. യേശു നാമത്തിൽ പോയെന്ന് പറഞ്ഞപ്പോൾ പോയി. പിന്നീട് ഇവന്മാർക്ക് അടി കിട്ടി, ഇവർക്ക് അപ്പോസ്തലന്മാർക്ക്, അല്ലല്ലോ. അപ്പോൾ പ്രവാചകൻ പറയുന്നത് നല്ലത് തന്നെ. നിങ്ങൾ പറയും, പ്രവാചകൻ പറയുന്നവർ വിശ്വാസ പ്രമാണത്തിന് ഒത്തവണ്ണം പറയേണ്ടതാണ്. എല്ലാ വചനമാണ് ഇപ്പം എടുത്താൽ സമയം പോകും. ശരി, ഓക്കെ. നമുക്ക് വിശുദ്ധാത്മാവ് വന്ന് ആ നിയന്ത്രണത്തിൽ ജീവിപ്പാൻ ഉള്ള കഴിവ് നമുക്ക് തരേണ്ടത് ആവശ്യം. അതാണ് നമുക്ക് സബ്ജക്റ്റ്. ആൻഡ് വൺ മോർ തിങ്, ഗലാത്യ 5:22 ആത്മാവിൻ്റെ ബലമോ എന്താണ്? അത് മതി, ഇപ്പം മതി. സ്നേഹം അല്ലേ? ഉറപ്പല്ലേ? സംശയമല്ല. ഇപ്പോ റോമ 5:15 റോമ 5:15 മലയാളത്തിൽ എങ്ങനെ വായരെ? എനിക്ക് ചിലത് പിടികിട്ടുന്നില്ല. 5:15 5:15 റോമ. പരിശുദ്ധാത്മാവിനാൽ സ്നേഹം ഹൃദയങ്ങളിൽ ഊറ്റപ്പെടും. അത് ഏതാണ് വചനം? 5:5. ഓക്കെ സോറി 5:5. ഓക്കെ.
പകർന്നിരിക്കുന്നുവല്ലോ എന്നാണ് ഇവിടെ മലയാളത്തിൽ കാണുന്നത്. തമിഴിൽ എങ്ങനെയെന്നറിയാമോ? ഊറ്റപ്പെട്ടിരിക്കുന്നത്, പൈപ്പിലെ വെള്ളം ഒളിയുന്നത് പോലെ, അരുവിയിലെ പായുന്നത് പോലെ, അങ്ങനെയാണ് അത് വാക്ക്. അതാണ് വായിച്ച്. ശരി, അപ്പോൾ അത്ര ദൂരം സ്നേഹം എന്താണ്? നിങ്ങൾക്ക് വിശുദ്ധാത്മാവ് കിട്ടിയോ? ഈ സ്നേഹം വന്നോ? ഞാൻ പലപ്പോഴും ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ ഈ റോഡിൻ്റെ ഈ വശത്ത് ഇവിടെയും ഒരു യേശു ആരാധനയാണ്, അവിടെയും ഒരു യേശു ആരാധനയാണ്. ഇവന്മാർക്കുള്ള വഴക്ക് അല്ലല്ലേ? രണ്ടുപേരും തമ്മിൽ വഴക്ക്, കോടതി കേസ് അല്ലേ? ചില സ്ഥാപനങ്ങളിൽ ഒരേ സ്ഥാപനത്തിൽ അവിടെ വഴക്ക് അല്ലല്ലേ? രണ്ടായിട്ട് നിന്ന് രണ്ട് കേസ് നടത്തുന്നു. എനിക്കറിയാം, അവിടെ ഒരു കർത്തരുടെ മേശയാണ്, ഇവിടെ അവർ തനിച്ച് കർത്തരുടെ മേശയാണ്. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ അന്യഭാഷയിലെല്ലാം സംസാരിച്ച് കൈകാലം മുറക്കുന്നല്ലോ, പൈശാസാണോ അവിടെ പ്രവർത്തിക്കുന്നത്? എടോ, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഓക്കെ, സ്നേഹമില്ലല്ലോ നിങ്ങൾക്ക്, പ്രശ്നങ്ങളൊക്കെ കാണാം, ഇതിന് ഇത്ര ദൂരം. അപ്പോൾ നിങ്ങൾക്കുൾ പ്രവർത്തിക്കുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്ന പൈശാസാണ്, ഉറപ്പാണ്. ഇങ്ങനെയാണ് സംസാരിക്കുവാൻ ദൈവം എനിക്ക് പറഞ്ഞിട്ടുള്ളത്. ഇത് പൈശാസാണ്. കൈകാൽ മുറക്കുന്നതെല്ലാം പോട്ടെ. സോ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം പാസ്റ്ററെ, നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കിയാലേ അപ്പം പെന്തക്കോസ്തയായൊക്കെ പൈശാസാണോ? അങ്ങനെയല്ലേ ഇപ്പോൾ കാണുന്ന കാര്യം. അതെ, ഈ സഭയിൽ ചെല്ലുന്നവർ ആ സഭയിൽ ചെല്ലുന്നവർ മുഖത്തിൽ നോക്കി ചിരിക്കുന്നില്ല. ഈ സഭയിൽ ചെല്ലുന്നവർ അവിടെ അതൊക്കെ വഞ്ചന ആത്മാവാണെന്ന് പറയുന്നു. അവരിവരെ തിരിച്ചു പറയുന്നു. എടോ, എന്താടാ ഇത്? എന്താ ഇവിടെ സംഭവിക്കുന്നു? മനസ്സിലാകുന്നോ നിങ്ങൾക്ക്? അതെ, പൈശാസ് തന്നെ, വേറെ ഒന്നും സംശയമില്ല. ഞാൻ അങ്ങനെ പറയും, ഉറപ്പായിട്ട് പൈശാസ് തന്നെ. യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മരത്തെ കനീനാൽ അല്ലേ? അപ്പം യേശുവിൻ്റെ ഫാമില അല്ലേ ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്? അവിടെ നോക്കി, ഇല ഒക്കെ വാഴയില പോലെ, അവിടെ കാച്ചി കിടക്കുന്നത് ചക്കമ്പ മാങ്ങ. എന്താ ഇത് ദൈവമേ? എടോ, അപ്പൊ ഇത് അങ്ങനല്ല, ഇതുപോലെയാണ് കാര്യം കേട്ടോ. ബലങ്ങൾ കൊണ്ട് തിരിച്ചറിയണമെന്ന് യേശു പറഞ്ഞാല് അതതിന് തിരുത്തുവാൻ കഴിയുമോ? എടോ, നിന്റെ ബലം, നിങ്ങളുടെ സ്നേഹമല്ല, ഇത് പൈശാസ. അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ഗലാത്യ 5:19, 20, 21 ജഡത്തിന്റെ സ്വാപമെന്ന് പറഞ്ഞിട്ട് சண்டைகள், பிரிவினைகள், மார்க்கவேதம், தமிழ்ல எனக்கு காணப்படவே, கொலைகள், வெறிகள் അല്ലേ? അപ്പൊ ഇതെല്ലാം അതൊരു ഒക്കെ പല കാര്യം. അപ്പൊ ഇതൊക്കെ ചണ്ടയും പിരിവിനകളും കേസ്, കോടതി, വളക്ക്, ബഹളം, അടിതടിയൊക്കെ നടക്കുന്നെങ്കിൽ ഇത് ഉറപ്പായിട്ട് പൈശാച് തന്നെ, ഉറപ്പായിട്ട് പൈശാച് തന്നെ. ഇത് വിശുദ്ധാത്മ. ഇപ്പൊ മനസ്സിലായോ? ഇങ്ങനെ ഞാൻ വറുത്ത് എടുക്കും, ഞാൻ വചനത്തെ പോടും. ഒരുതൻ പറയരുത്, സ്നേഹമാണ് ആദ്യം. നിങ്ങൾ ഒരുത്തൽ സ്നേഹമുള്ളവരെങ്കിൽ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും കണ്ടോ? അപ്പൊ ഇവന്മാർ യേശുവിന്റെ ശിഷ്യന്മാരുമല്ല, വിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവരല്ല, അകത്തിരിക്കുന്ന പൈശാച, ഉറപ്പായിട്ട് പൈശാച. ഈ പൈശാചിനെ ആദ്യം പ്രാർത്ഥിച്ച് പുറത്താക്കണം, പിന്നീട് മറ്റേ ആത്മാവിനെ നോക്കാം. ഇപ്പൊ എന്ത് മനസ്സിലായി? പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവരാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഒരു പോയിന്റ് കൂടെ നോക്കാം. യോവാൻ 16:33, യോവാൻ 16:33 വായിക്കുമ്പോഴേ സമാധാനം ഉണ്ടാക്കേണ്ടതിന് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവേൻ, ഞാൻ ജയിച്ചു, ഈ ലോകത്തിന് കീഴടങ്ങിയല്ല. അങ്ങനെ പറഞ്ഞിട്ട് ഉടനെ ക്രൂസിൽ യേശു മരിച്ചു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഞാൻ ഈ ലോകത്തിന് കീഴടങ്ങിയില്ല, ശരണടയവല്ലേ, തമിഴിൽ അങ്ങനെ പറയും. അപ്പൊ ഈ ലോകത്തിൽ ഉപദ്രവം സഹിക്കുന്നവരാണ് ദൈവമക്കൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പലപ്പോഴും ദൈവമക്കൾക്ക് ഉപദ്രവം വരുന്നില്ല, കഷ്ടത, കണ്ണീർ വരുന്നില്ല. അങ്ങനെയൊക്കെ തെറ്റായിട്ട് സംസാരിക്കുന്ന, പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ ഞാൻ കേൾക്കും. അത് ശരിയല്ല, തെറ്റാണ്. യേശു പറഞ്ഞു, അവர்கள் എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും പറഞ്ഞതല്ലോ, പിന്നെ എന്തിനാ അതിന് മുകളിൽ വെളിയെ പുറത്ത് ചെല്ലേണ്ട ആവശ്യം എന്താണ്? അപ്പോസ്തലന്മാർ പറയും, ഞങ്ങളും ഉപദ്രവപ്പെട്ടു. എങ്ങനെയൊക്കെ ഉപദ്രവപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. നമ്മൾ അനേക ഉപദ്രവങ്ങളോടെയാണ് ദൈവരാജ്യത്തിൽ കടക്കേണ്ടതെന്ന് അവിടെ അപ്പോസ്തലന്മാർ പറഞ്ഞു. ഓക്കെ, ഉപദ്രവം എന്നുള്ളത് ആവശ്യമാണ്.
ഉപദ്രവങ്ങൾ മുഖാന്തരമായിട്ടാണ് വിശുദ്ധി നമ്മൾ വരുന്നത്. ദൈവരാജ്യത്തിനെ കുറിച്ച് ഒരു ഇഷ്ടം, അതായത് കഷ്ടത, കണ്ണീര്, പ്രശ്നം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സുവിശേഷം ഇപ്പോൾ നീ ഇപ്പം പ്രതീക്ഷിക്കാതെ മരിച്ചു പോകും, എങ്ങനെയെങ്കിലും മാനസാന്തരപ്പെടും. മാനസാന്തരം, ഞങ്ങൾ നന്നായിട്ടിരിക്കുന്നു, ഈ പെന്തക്കോസ്തുകാരന്മാർക്ക് തന്നെ ജോലി എന്ന് പറയും. പിന്നീട് അവിടെ ഏതെങ്കിലും വ്യാധി, അസുഖം പറ്റി കാട്ടിൽ കിടന്ന് കിളക്കും, പാസ്റ്ററേ ചത്തുകൊണ്ടിരിക്കുന്നു, വരണം പാസ്റ്റർ. എന്താ പ്രശ്നം? അത് ചാകാം, അപ്പം ചാവും, അത്ര തന്നെ. എന്താ പ്രശ്നം? പേടിയാണ്, പേടി. അത് എന്താ പേടി? എന്താടാ പേടി? എന്തോ എനിക്കറിയില്ല, വളരെ പേടി. അതെ, ആത്മാവിനറിയാം ഒരു ദിവസം അവിടെ പോകുന്നു, നീ ന്യായവിധി ഉണ്ട്, ഇതൊക്കെ അകമയുള്ള ആത്മാവിനറിയാം. അതല്ലേ നിനക്ക് പേടി? ഞങ്ങൾക്ക് പേടിയില്ലല്ലോ, ചാവുന്ന പോകാം, ഒരു ദേശത്തിൽ പോകാം. അപ്പോൾ നല്ല കാലം എന്ന് പറയുന്ന അത് ധനം രീതിയൊക്കെ നന്നായിട്ടിരിക്കുന്നു, ഐശ്വര്യമരിക്കുന്നു, വിദ്യാഭ്യാസമരിക്കുന്നു, ലോകത്തിലുള്ള മറ്റ് കാര്യങ്ങൾ, സ്റ്റാറ്റസ് ഒക്കെ നന്നായിരുന്നാൽ ആരും സുവിശേഷത്തിനെ ഏറ്റെടുക്കുന്നില്ല, അല്ലേ? മനസ്സിലാക്കുന്നോ? പിന്നെ കഷ്ടതയും കണ്ണീരും സഹിക്കാൻ കൊള്ളാതെ അങ്ങനെ വരുമ്പോഴാണ് ദൈവമേ നിന്റെ സ്വർഗത്തിൽ എന്നെ കൊണ്ട് ചെല്ലണമേ, ഞാൻ അവിടെ വരാൻ ഇഷ്ടപ്പെടുന്നു. എപ്പോഴാണ് വിളി? ഇവിടെ കഷ്ടതയും കണ്ണീരും വന്നാലേ നമുക്ക് ദൈവരാജ്യത്തെ കുറിച്ച് ഓർമ്മ വരും, അല്ലേ? എന്താ പറയുന്നത്? യേശുവിനെ കുറിച്ച് യേശുവോട് പാട്ടൊക്കെ, കണ്ണീർ എന്ന് മാറുമോ വേദനകൾ എന്ന്. എപ്പോഴാ? കഷ്ടതയും കണ്ണീരും വരുമ്പോഴാണ്. അപ്പൊ കഷ്ടതയും കണ്ണീരും ഉപദ്രവം ഇല്ലെങ്കിലേ പോടോ, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ നോക്കിയുള്ള പ്രസംഗി പാസ്റ്റർ എന്ന് പറയും, അല്ലേ? അപ്പൊ കഷ്ടതയും കണ്ണീരും ഉപദ്രവം ഒക്കെ ആവശ്യം, അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നു? അതെ, അങ്ങനെ പത്രോസ് അങ്ങനെ പറഞ്ഞു കളഞ്ഞു, ഉപദ്രവപ്പെടാൻ വേണ്ടിയത് ആവശ്യം തന്നെ എന്ന് പറഞ്ഞു. വചനം എടുക്കുന്ന സമയം അത് 1 പത്രോസ് 2:21 വായിക്കാമോ? 2:21 1 പത്രോസ് 2:21. അവർ യേശു നമുക്കായിട്ട് കഷ്ടം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽ ചുവട് പ്രകാരം മാതൃക ദൃഷ്ടാന്തം വച്ചേച്ച് പോയി. യേശു ഉപദ്രവപ്പെട്ടു എന്നുള്ളതല്ല, നമ്മളും ആ വഴിയിലേക്ക്, ആ പാത ചുവട് പ്രകാരം ജീവിക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, തന്നെത്താൻ വറുത്ത് തൻ കുരിശിനെ എടുത്തുകൊണ്ട് എന്നെ പുഞ്ചല്ലാതവൻ എനിക്ക് ശിഷ്യന്മാർ പറഞ്ഞല്ലോ. ഇത് ഉപദ്രവത്തിൻ്റെ ഒരു പാതയാണ്, ഇടുങ്ങിയ വാതിൽ, അല്ലേ? ഇപ്പം മനസ്സിലായോ? അപ്പൊ ദൈവമക്കൾ എന്ന് പറയുന്നത് ആഡംബര കാറിൽ ചെല്ലുന്നവരല്ല, കൊട്ടാരത്തിൽ ജീവിക്കുന്നവരല്ല. ഒരു കാര്യം പറഞ്ഞ് അവസാനിക്കട്ടെ. ലൂക്കോസ് 16:19 വായിക്കുമ്പോൾ അവിടെ ധനവാൻ എന്ന ഒരു മനുഷ്യനും ലാസർ എന്ന ഒരു മനുഷ്യൻ ജീവിച്ചു എന്നുള്ള കാര്യം അവിടെ കാണുന്നല്ലോ. അപ്പോൾ ധനവാൻ എങ്ങനെ ജീവിച്ചു? പട്ടും തൂമിയ വസ്ത്രം തനിച്ച് തിനംപ്രതി അങ്ങനെ ലക്ഷറിയസ്ലി ലിവിങ് ഇൻ ഇംഗ്ലീഷ് ജീവിച്ചു. ലാസറസ് അങ്ങനെ കിടന്നു ഭക്ഷണമില്ലാതെ, അവൻ എന്തെങ്കിലും മിച്ചമീതി എളിയെ ഇട്ടാൽ എടുത്ത് ഭക്ഷിക്കാം, കഴിക്കാം എന്ന് ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 2 ജീവിതം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഈ ധനവാൻ ഇങ്ങനെ ചിന്തിച്ച് കാണാം. അവിടെ ഞാൻ പറഞ്ഞ പോലെ ആവർത്തന പുസ്തകത്തിൽ 28-ാം അധികാരം മുതൽ 14 വചനത്തിൽ കാണുന്ന എല്ലാ അനുഗ്രഹവും ഈ ധനവാനന് ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അല്ലേ? എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ദൈവം എന്നോടെയാണ്, ഞാൻ ദൈവത്തോടെ, അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്മേൽ ഉള്ളത് കൊണ്ടാണ് ഇത് അനുഗ്രഹമൊക്കെ എനിക്ക് കിട്ടിയത് എന്നാണ് അവൻ്റെ ചിന്ത. പക്ഷേ ആ ലാസറസിൻ്റെ കാര്യം അവിടെ ആവർത്തന പുസ്തകം 28:14 ശേഷമുള്ള വചനങ്ങൾ അവിടെ കാണും. നിന്റെ പ്രാണൻ ഊസലാടും എന്നുള്ളതുപോലെ അങ്ങനെയൊക്കെ കാണും. അങ്ങനെ ശാപം, അങ്ങനെയുള്ള ശാപത്തിലാണ് ഈ ലാസറസ്. ഐശ്വര്യവാൻ ആ അനുഗ്രഹ വാക്ക് പ്രകാരം, ലാസറസ് ആ ശാപ വാക്കുകളൊക്കെ അവിടെ ഉണ്ട്, വായിച്ചു നോക്കും. ഇങ്ങനെയാണ് ലാസറസ്. പക്ഷേ ലോകത്തിൽ ആരെങ്കിലും അവരെക്കുറിച്ച് ചിന്തിച്ചാലേ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഇവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് അവർ ചിന്തിച്ച് കാണും, ഉറപ്പായിട്ടും, അല്ലേ? പക്ഷേ അവസാനം സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ 2 പേരും കണ്ണടച്ചു. ഒരേ ദിവസമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ കഷ്ടതയോടും കണ്ണീരോടും ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന രീതിയിൽ ജീവിച്ച മനുഷ്യൻ അവിടെ ആബ്രഹാമിൻ്റെ തൊട്ടടുത്ത്
അങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. പക്ഷേ ഇവിടെ ധനവാനായിട്ട് ജീവിച്ച മനുഷ്യൻ അവിടെ അഗ്നിയിലാണ്. അപ്പോഴാണ് അടോ കുറച്ചും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനെ ആവുമെന്ന്. പലപ്പോഴും പലരും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ പോകുന്നത്. ദൈവവചനം നോക്കുന്നില്ല. എനിക്ക് 5 സഹോദരന്മാരൊക്കെ ഉണ്ട്, ഈ ലാസറസിനെ അവിടെ അയക്കണം. അപ്പോൾ യേശു പറയുന്നത്, ഇതിനല്ലേ അവിടെ പാസ്റ്റർമാരും പ്രസംഗിമാരും പള്ളികളെ വച്ചിരിക്കുന്നത്? അവർ വെറുതെ ആയാണോ ഈ ജോലി ചെയ്യുന്നത്? അവരത് ചെയ്യും. ആ വചനം അനുസരിക്കാത്തവർ ഇവിടെ ഒന്ന് ലാസറസ് പോയാലും അനുസരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല, അല്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം, യേശു കഷ്ടതയും ഉപദ്രവങ്ങളോടെ ചെന്നു എന്ന്. അപ്പോസ്തലന്മാർ അങ്ങനെ ചെന്നു, വിശ്വാസികൾ അങ്ങനെ ചെല്ലുന്നു. അങ്ങനെ ഉള്ളവരാണ് ദൈവമക്കളാവുന്നത്. ഇവിടെ ആഡംബരമായിട്ടും ഇങ്ങനെ ജീവിക്കുന്നവർ ദൈവമക്കളല്ല, അവർ ലോകത്തിൻ്റെ മക്കളാണ് എന്നാണ് ഈ വചനങ്ങൾ മുഖാന്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ആയി? ആദ്യമായിട്ട് മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ തേഹി അകമേ ഉള്ളവൻ നഷ്ടപ്പെടുത്തിയാൽ അവനക്ക് പ്രയോജനമല്ല. രണ്ടാമത്, അനിത്യമായ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെ അനുഗ്രഹമെന്ന് കരുതുന്നവർ ദൈവമക്കളല്ല, നിത്യജീവൻ ഒരു കാര്യങ്ങൾ കരുതുന്നവർ, വിശ്വസിക്കുന്നവർ, അതിനായിട്ട് അധ്വാനിക്കുന്നവരാണ് ദൈവമക്കൾ. മൂന്നാമത് എന്ത് കണ്ടു? ദൈവ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവർ, അല്ലല്ലേ അവരെങ്ങനെ ആയിരിക്കുമെന്ന് കണ്ടു. ഉപദ്രവങ്ങളിലൂടെ ചെല്ലുന്നവർ, ഇങ്ങനെ ഉള്ളവരാണ് ദൈവമക്കൾ എന്നാണ് വചനങ്ങൾ മുഖാന്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായോ? അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ ദൈവമക്കളായി ഇരിക്കുന്നോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവമക്കളായില്ല എന്നാലേ ഈ രീതിയിൽ ദൈവമക്കളായി മാറുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ ലോകത്തിലുള്ള കഷ്ടതയും കണ്ണീരും ഒരു ദിവസം പൂർണ്ണതായിട്ട് മാറും. നിത്യതയിൽ ചെല്ലുമ്പോൾ കണ്ണീരൊക്കെ ദൈവം തുടയ്ക്കും. ഇനി ഒരു ശാപമില്ല എന്നുള്ള അനുഗ്രഹമായ സ്വർഗജീവിതത്തെ ജീവിതത്തിനായിട്ട് ഒരുങ്ങുവാനുള്ള ഒരു ഒരുക്കത്തിൻ്റെ കാലമാണ് ജീവിതമെന്ന് പറയുന്നത്. സഭ എന്ന് പറയുന്നത് യേശുവിൻ്റെ ഛായയിലും സ്വരൂപത്തിലും അത് പ്രവൃത്തിയിലും ഭാവത്തിലും അങ്ങനെ തികഞ്ഞ പുരുഷത്വമായി വളരുവാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു സാഹചര്യമാണ് സഭ എന്ന് പറയുന്നത്. അല്ലാതെ വന്ന് ചില പാട്ടുകളൊക്കെ പാടിയിരുന്ന് പോകുന്ന സമയമല്ല. എൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാൻ പറഞ്ഞ പ്രസംഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില വാക്കുകൾ തെറ്റും, എനിക്ക് സ്പീഡായിട്ട് വന്നില്ല. ഈ വചനങ്ങൾ മുഖാന്തരമായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഇവിടെ ഈ വചനം സംസാരിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തുതി ഏൽപ്പിക്കുന്നു. പാസ്റ്റർ വിളിച്ചു, അവർക്ക് നന്ദി പറയുന്നു. നിങ്ങൾ വളരെ സൗമ്യതയോടെ അല്ലേ, പേഷ്യൻസായിട്ട് അല്ലേ, തെറ്റല്ലേ, ഇതൊക്കെ തെറ്റായിട്ട് അങ്ങനെ എങ്ങനെയും സംസാരിച്ചാലും കേട്ടല്ലോ, നിങ്ങൾക്കും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്ഷമ സമയത്ത്